പിതാവ് പുത്രൻ മുഖാന്തരം മഹത്വം കൊടുക്കുവാൻ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. മറ്റെല്ലാ ചിന്തകളെയും വിട്ടുകൊണ്ട് മറ്റെല്ലാം ആമേൻ നോക്കാം, മറന്നിട്ട് ആ തിരുമുഖത്തേക്ക് ഒന്ന് നോക്കാം. ആ മുഖത്തേക്ക് നോക്കുന്നവരാണ് പ്രകാശിതരായി തീരുന്നത്. ആ തിരുമുഖത്തേക്ക് നോക്കുന്നവരെ ഒരിക്കലും കർത്താവ് നിരാശരാക്കി മടക്കി അയക്കത്തില്ല. ഇന്ന് നമ്മളെ നിറച്ച് കർത്താവ് മടക്കി അയക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ വന്നിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനാണ്, നമ്മൾ വന്നിരിക്കുന്ന സത്യദൈവത്തെ ആരാധിക്കുവാനാണ്. സ്തോത്രം. മറ്റൊന്നിനും വേണ്ടിയല്ല. നമുക്ക് ആ സാന്നിധ്യത്തിനായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ആ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ശക്തിയാൽ എന്നെ ഒരിക്കൽ കൂടി ഒന്ന് നിറയ്ക്കണമേ. ഓ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നന്ദി കർത്താവിന് ആയിരിക്കുന്ന സ്ഥാനങ്ങളൊന്ന് നന്ദി പറയാം. കർത്താവേ നന്ദി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവ് ഞങ്ങളെ വഴി നടത്തിയതിനായിട്ട് ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ഫാദർ. വി ബ്ലസ് യു ലോർഡ്, ബ്ലസ് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം മുടിഞ്ഞു പോകാതിരുന്നത് യഹോവയുടെ കൃപയാകുന്ന തിരുവചനം പറയുമ്പോൾ അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത അത് വലിയതുമാകുന്നു. സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ വിശ്വസ്തത അതിനെ വർണ്ണിക്കുവാൻ ആമേൻ സ്തോത്രം നാവുകളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ നാവുകൾ ദൈവം തന്നിരിക്കുന്നത് ആ കർത്താവിനെ സ്തുതിക്കുവാനാണ്. നമുക്ക് നാവുകൾ തന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. തിരിച്ചറിവോടെ നമുക്ക് ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാ നന്മകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹൃദയങ്ങളെ സമർപ്പിക്കാം. ഓപ്പൺ യുവർ ഹാർട്ട് ടുഡേ മോർണിംഗ്. ഇന്ന് രാവിലെ കാലം ഇവിടെ തന്നെ ഏൽപ്പിക്കുക. ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ നമുക്ക് പാട്ടുപാടി കർത്താവിന്റെ മഹത്വം കൊടുക്കാമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം. സദാ വലിയത് കർത്തൻ സ്നേഹമെന്നുമുള്ളത്, കർത്തൻ സ്നേഹമെന്നുമുള്ളത്, കരുണ തീരാത്തത്, കർത്തൻ സ്നേഹമെന്നുമുള്ളത്, കരുണ തീരാത്തത്, പ്രഭാതത്തിൽ പുതിയത് വിശ്വസ്തത വലിയത്, കർത്തൻ സ്നേഹമെന്നുമുള്ളത്, പ്രഭാതത്തിൽ പുതിയത് വിശ്വസ്തത വലിയത്, കർത്തൻ സ്നേഹമെന്നുമുള്ളത്. യഹോവ എന്നോഹരിയല്ലോ, പ്രത്യാശയും നിങ്ങളല്ലയോ. യഹോവ എന്നോഹരിയല്ലോ, പ്രത്യാശയും നിങ്ങളല്ലയോ. കാത്തിരിക്കുന്നവർക്ക് ആത്മശക്തി നീയല്ലോ. യഹോവ എന്നോഹരിയല്ലോ, കാത്തിരിക്കുന്നവർക്ക് ആത്മശക്തി നീയല്ലോ. യഹോവ എന്നോഹരിയല്ലോ, കാത്തിരിക്കുന്നവർക്ക് ആത്മശക്തി നീയല്ലോ. യഹോവ എന്നോഹരിയല്ലോ, കർത്തൻ സ്നേഹമെന്നുമുള്ളത്, ദൈവത്തിന്റെ കരുണ ഓരോ പ്രഭാതത്തിലും വിശ്വസ്തത വലിയത്, കർത്തൻ സ്നേഹമെന്നുമുള്ളത്, പ്രഭാതത്തിൽ പുതിയത് വിശ്വസ്തത വലിയത്, കർത്തൻ സ്നേഹമെന്നുമുള്ളത്, പ്രഭാതത്തിൽ പുതിയത് വിശ്വസ്തത വലിയത്, കർത്തൻ സ്നേഹമെന്നുമുള്ളത്. യഹോവ എന്നാശ്രയമല്ലോ, എന്നാത്മബലം നിങ്ങളല്ലയോ. യഹോവ
His mercies never come to an end. They are new every morning, new every morning. Great is thy faithfulness, O Lord. Great is thy faithfulness. The steadfast love of the Lord never ceases. His mercies never come to an end. They are new every morning, new every morning. Great is thy faithfulness, O Lord. Great is thy faithfulness. They are new every morning, new every morning. Great is thy faithfulness, O Lord. Great is thy faithfulness. Great is thy faithfulness, O Lord. Great is thy faithfulness. The steadfast love of the Lord never ceases. His mercies never come to an end. They are new every morning, new every morning. Great is thy faithfulness, O Lord. Great is thy faithfulness. They are new every morning, new every morning. Great is thy faithfulness, O Lord. Great is thy വിശ്വാസം ഇന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കഥാവെന്ന് പറയും, കഥാവേ എനിക്ക് ആ വിശ്വാസത്തെ ഒന്ന് പകരണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ആ കൃപ എനിക്ക് ഇന്നില്ലെങ്കിൽ ഇന്ന് കഥാവെന്ന് പറയും, കഥാവേ എനിക്കൊരു കൃപ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്നെന്ന് പറയും, കഥാവേ ആ സ്നേഹം എൻ്റെ ജീവിതത്തിൽ മേൽ വർദ്ധിപ്പിക്കണം. ഇന്ന് ആരാധിക്കാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന താല്പര്യമില്ലെങ്കിൽ ഇന്ന് കഥാവെന്ന് പറയും, കഥാവേ ആരാധിക്കുവാനുള്ള കൃപ എൻ്റെ മേൽ പകരണം. പൗലോസ് നിലവിളിച്ച് പറയുകയാണ്, സ്തോത്രം, എന്നെ ആര് വിടുവിക്കും? എന്നാൽ ദൈവം പറഞ്ഞു, സ്തോത്രം, നിന്നെ വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണോ, നീ ദൈവത്തിൽ ശരണപ്പെടുന്നവനാണോ, ദൈവം കൃപ പകരും. സ്തോത്രം. ഇന്ന് പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണോ? എല്ലാ ചിന്തകളെയും ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, മൃതങ്ങൾ ഏൽപ്പിച്ച് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടാതിരിക്കുന്നത് ആ ഭാരത്തെ ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ചില വ്യക്തികളെ ഓർത്ത് ഒരു പക്ഷെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഏതെങ്കിലും മാനസികമായ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വേദന കർത്താവിന് മാറ്റാൻ പോകുക. സ്തോത്രം. ആ ഭാരം കർത്താവിന് മാറ്റാൻ പോകുക. വിശ്വസിക്കാത്ത ദൈവമാണ്. ഞാൻ വെറുതെ അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അപ്പൻ്റെ മുഖം കാണാനാ. യേശു പറഞ്ഞു, ഫിലിപ്പോസേ, നീ ഹാലലിയുടെ മുഖത്തേക്ക് ഒരുപാട് നേരമായി നോക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തിനാ പിതാവിന്റെ മുഖം എവിടെ അന്വേഷിക്കുന്നത്? എന്റെ മുഖത്തേക്ക് നോക്കുന്നവൻ പിതാവിന്റെ മുഖത്തെ കാണുന്നു. സ്തോത്രം. യേശുവിനെ ആശ്രയിക്കുന്നവന് ആമേൻ, സ്തോത്രം, ഇന്ന് തകരത്തില്ല. ഇന്ന് യേശുവിനെ നോക്കുന്നവന്റെ മുഖം ദൈവം പ്രകാശമാക്കുക. ഇന്ന് മറ്റൊരു മുഖങ്ങൾ, മറ്റേതെങ്കിലും മുഖങ്ങളെ നോക്കി ജ്ഞാനവതരായി വന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാ മുഖങ്ങളും എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് കർത്താവേ, ഹാലലൂയ എന്ന് വിളിക്കുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ആരുമില്ലാത്തവരല്ല, എനിക്ക് ഉടയവരില്ലാത്തവരല്ല, ഞാൻ അനാഥനല്ല, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു അപ്പനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളിലെത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്ട് സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊരു ഹല്ലേലൂയ അരുമനാഥനുണ്ട്, എനിക്കൊരു ഇടയനുണ്ട്, ചോദിക്കാനും പറയാനും ആളുണ്ട്. സ്തോത്രം. ഉന്നതന്മാരിൽ ഉന്നതനാഗ്രഹിക്കുന്ന എന്റെ ദൈവമുണ്ട്. അധികാരികളുടെ മേൽ അധികാരമുള്ളവൻ, പ്രധാനമന്ത്രിയെക്കാളും അധികാരമുള്ളവന്റെ അടുക്കലേക്കാണ് ഇന്ന് പകൽ വന്നിരിക്കുന്ന വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ വിട്ടിട്ട് ദൈവകരങ്ങളിലേക്ക് ലഭിച്ചിട്ട് അപ്പച്ചായ വിളിക്കണം, അപ്പ എന്ന് വിളിക്കണം. അത് വ്യക്തിപരമായ ഒരു ബന്ധമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ സകല വിഷയങ്ങളെ പറയുന്ന ഒരു അപ്പന്റെ അടുക്കലേക്കാണ് ഓടി വന്നിരിക്കുന്നതെങ്കിൽ എന്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനുള്ളതിനായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഒരു കുഞ്ഞപ്പന്റെ അടുക്കലേക്ക് വരുമ്പോൾ അപ്പം മാറത്തില്ല കേട്ടോ. ഇന്ന് ദൈവത്തോട് അടുത്ത് വരാൻ തയ്യാറാകുക. ഇന്ന് വിശുദ്ധ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. മാനസികമായി സ്തോത്രത്തിൽ ഭാരപ്പെടുന്ന ആരും ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ
കർത്താവ് ഇന്ന് മാറ്റാൻ പോകുന്ന സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ഡോക്ടർ ഈ ലോകത്തിലുണ്ടെങ്കിൽ, സകലത്തിലും സ്പെഷ്യലൈസ് ചെയ്തവരുണ്ടെങ്കിൽ നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ദേഹം ദേഹിയാത്മാവിനെ വിടുവിക്കാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ അടുക്കലേക്കാണ് നമ്മൾ ഓടി വന്നിരിക്കുന്നത്. സ്തോത്രം. ആ സാന്നിധ്യത്തിനായിട്ട് എത്ര വന്ന് പ്രാർത്ഥിക്കും കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. വന്നതുപോലെ മടങ്ങി പോകത്തില്ല. ഇന്ന് കർത്താവേ ആ കൃപ പ്രാപിച്ച്, ഇന്നൊരു ശക്തി പ്രാപിച്ച്, ഒന്ന് ധൈര്യം പ്രാപിച്ച്, ആ വിശ്വാസം ഒന്ന് വർദ്ധിച്ച് മടങ്ങി പോകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ പാട്ട് നമുക്ക് ഇന്ന് ഏറ്റുപാടാം. താങ്ക് യു ലോർഡ്. പരിശുദ്ധനാം താതനേ, കരുണയും സാഗരമേ, കരുണയും സാഗരം, കൃപയുടെ ഉറവിടം, ഉറവിടമേ, ആശ്വാസദായകൻ, ആശ്വാസദായകൻ, ഒരാശ്വാസം ആവശ്യമുള്ളവർ. പരിശുദ്ധനാം താതനേ, പരിശുദ്ധനായ ദൈവം, കരുണയും സാഗരമേ, കരുണയുടെ സാഗരം, കൃപയുടെ ഉറവിടമേ, ആശ്വാസദായകൻ, ആശ്വാസദായകനേ. എത്ര പറയും നാഥാനേ മതി എനിക്ക്, മറ്റൊന്നും വേണ്ട, അങ്ങ് മതി, നിൻ കൃപ മതി എനിക്ക്. അതോടുകൂടെ സകലതും ഉണ്ട്. നാഥാനേ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടുവാൻ, തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. മാത്രം മതി. ജീവിതയാത്രയതിൽ യാത്രയിൽ ഏകനല്ല, ഭാരങ്ങളേറിടുമ്പോൾ കർത്താവ് കൂടെ ഉണ്ടെന്ന് തളരരുത്. തളരാതെ ഓടിടുവാൻ അവസാനത്തോളം ഓടണം, കിരീടം പ്രാപിക്കണം. തിരുകൃപ സ്വർണ്ണം തികയണം. അതിന് വേണ്ടത് കൃപയാ. നാഥാനേ മതി എനിക്ക്, ചോദിക്കുന്നവരുടെ മേൽ ആ ദൈവവാക്കുള്ള പകരം മതി ഏത് വിഷയമാണെങ്കിലും യേശുവിനെ ഏൽപ്പിക്ക്. നാഥാനേ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. പറയും ഈ ഒരു യാത്രയിൽ ഈ ഒരു യാത്രയതിൽ ഒരു യാത്രയാണ്. തിരുകൃപ ഒരു അവസാനമുണ്ട്. Yes. ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ ജയിച്ചിടുവാൻ, പാപത്തെ ജയിക്കുവാൻ, ലോകമോഹങ്ങളെ വിട്ടുവിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവിനെ എതിർത്തിടുവാൻ, ശത്രുവോട് എതിർത്തിടുവാൻ വേണ്ടത് കൃപയാ. തിരുകൃപ മതി എനിക്ക്. ലോകത്തെ 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 വെറുക്കുവാൻ, പാപത്തോട് പോരാടുവാൻ, അവസാനത്തോളം പാപത്തോടുവാൻ പോരാടുവാൻ. ശത്രുവോട് എതിർത്തിടുവാൻ ശത്രുവിന്റെ മേൽ ചേതേരി മുഴക്കുവാൻ. തിരുകൃപ മതി ഓ, ഇന്ന് എനിക്ക്. ഹൃദയത്തോട് ചോദിക്കാം. നാഥാനേ മതി എനിക്ക്, എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പരിചയ, മതി നിന്റെ എനിക്ക്. മഹാപ്രതിഫലം ഞാനാ. മറ്റാരുമല്ല. നാഥാനേ മതി
വിശ്വാസം Rise up to the standards of God. സാഗരം അപ്പന മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. Just open your heart and tell him, oh, speak to him today. അവനുമായിട്ടാണ് കാര്യമുള്ളത്. It's your personal relationship. കർത്താവുമായിട്ടാണ് നമ്മുടെ കാര്യം. ശത്രു ജയമെടുക്കരുത്. ശത്രുവിന്റെ ജീവിതത്തിന് മേൽ ജയമെടുക്കരുത്.
ആ പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഒന്ന് അടുത്ത് വരാം. അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 15 അബ്രഹാം ഭയപ്പെട്ടിരിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, അന്ന് അബ്രഹാം ആയിട്ടില്ല, എന്നാൽ അബ്രഹാമേ നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടേണ്ട. ഇന്ന് അബ്രഹാം ഒരുപക്ഷെ ഭയപ്പെട്ടിരിക്കാം. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ഭയത്തിൻ്റെ നേരെ എതിരാണ് ഭയം, വിശ്വാസത്തിന് നേരെ എതിരാണ് ഭയം. ഭയം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ആകെപ്പാടെ സ്തോത്രം പലപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നമ്മളെ ഞെരുക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലായ അബ്രഹാമിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് പറയുകയാണ്, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഭയപ്പെടേണ്ട. അടുത്തിരിക്കുന്ന ആൾ ഭയപ്പെടണമെന്നല്ല, സ്തോത്രം, ഇത് കേൾക്കുന്ന നിങ്ങൾ ഭയപ്പെടണമെന്ന് ദൈവം പറയുന്നു. തിരുവചനത്തിലൂടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്. സ്തോത്രം. ആരുമില്ലെന്ന് ചിന്തിക്കരുത്, നാളെ എന്താക്കുമെന്ന് ചിന്തിക്കരുത്. ഇന്നലകളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യുക. എബ്രഹാമിനെ നിന്നെ ഇറക്കിയ ദൈവം ഞാനാ, നിന്നെ നടത്തിയ ദൈവം ഞാനാ, ഇനി മുന്നോട്ട് നടത്താൻ പോകുന്നവൻ ഞാനാ. നിനക്ക് കരങ്ങൾ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, പക്ഷേ എബ്രഹാമേ നീ ഭയപ്പെടരുത്. കാരണം നിനക്ക് കിട്ടേണ്ടത് ഏറ്റവും മഹത്തായതാണ് ഞാൻ നിന്റെ കരങ്ങളിൽ തന്നിരിക്കുന്നത്. അത് യഹോവയായ ദൈവം പറയുകയാണ്, അത് ഞാൻ തന്നെയാണ്, മറ്റാർക്കും കിട്ടാത്ത ഒന്നും നിനക്ക് കിട്ടിയത്. അല്ലെങ്കിൽ അതോർത്ത് നീ സന്തോഷിക്കുക. നിന്റെ വീട്ടുകാർക്ക്, നിന്റെ ചാർച്ചക്കാർക്ക്, നിന്റെ ബന്ധുക്കൾക്ക്, നിന്റെ ചേട്ടനോ നിന്റെ അനിയനോ കിട്ടാത്തത് ദൈവം തന്നതിനായി എത്ര ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. ആ കഥാവിനെ അബ്രഹാമിനെ കാമി ശബ്ദം കേൾക്കുവാൻ ഇടയാക്കിയെങ്കിൽ ആ അബ്രഹാം ദൈവം അബ്രഹാമിന് നാഥനായിരുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അബ്രഹാമേ, അങ്ങനെയാണെങ്കിൽ നീ ഭയപ്പെടരുത്. നിനക്ക് ഇപ്പൊ ചിലതൊന്നും നിജമാമേ ജീവിതത്തിൽ നടന്നിട്ടില്ല, പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഹല്ലേലൂയ, ഒരു സമയമുണ്ട്, നിന്നെ ഞാൻ മാനിക്കുന്നൊരു ദിവസമുണ്ട്, ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ നിറവേറ്റുന്നൊരു ദിവസമുണ്ട്. അതുവരേക്ക് നീ ഭയപ്പെടാതെ നിൽക്കണം, നീ ഉറച്ചു നിൽക്കണം. യഹോവ അവൻ യോശുവയെ നീ ഒരു വിധത്തിലും തളർന്നു പോകരുത്. ശത്രു നിന്നെ തളർത്താൻ നോക്കും. ഇന്ന് തളർത്താൻ നോക്കുന്ന ഇരുട്ടിന് വ്യാപാരം ഇന്ന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ വിട്ടുമാറാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതബലവോ ശബ്ദ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന, മുന്നോട്ട് വിടാതെ മനസ്സിനെ ഞെരുക്കുന്ന ആമേൻ മണ്ഡലങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാറുവാനിടയാക്കുക. സ്തോത്രം. അവിടെ പറയുകയാണ്, അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടാവുകയാണ്, അബ്രഹാമേ നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടേണ്ട. അതിന്റെ കാരണം കൂടെ പറയുകയാണ്, ഞാനാണ് നിന്റെ പ്രതിഫലം. ഹല്ലേലൂയ, മനുഷ്യനല്ല നിന്റെ പ്രതിഫലം. ഹല്ലേലൂയ, നിന്റെ പരിച ഞാനാ, നിന്നെ തൊടാൻ ആർക്കും കഴിയത്തില്ല, കാരണം ഞാനാണ് നിന്റെ പരിച. യേശു പറഞ്ഞു, എന്റെ കരങ്ങൾ പിടിച്ചിട്ടല്ലാതെ എന്നെ ആടിനെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഞാൻ തന്നെയാണ് വാതിൽ. ഈ വാതിലൂടെ കടന്നു വരാതെ ഒരു പൈശാചിക ശക്തിക്ക് എന്റെ ജീവിതത്തിന്റെ മേൽ കടന്നു കയറ്റാൻ നടത്താൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് സ്വതം ചെയ്യാൻ തയ്യാറാകുക. ഞാൻ തകരത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറത്തില്ല. എന്റെ മേലെ നിവൃത്തീകരണങ്ങളിലേക്ക് കടന്നു വരുന്ന വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്വതം ചെയ്യാം. കരങ്ങളുള്ളവർ കരങ്ങൾ അടിച്ച് ആ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ. ഹല്ലേലൂയ. നമ്മൾ നിന്നതല്ല, ദൈവം നിർത്തിയതാണ് തിരിച്ചറിയുന്ന ദൈവത്തിന് ശ്രമിച്ചാല് ദൈവം നിർത്തിയത് കൊണ്ടാണ് നിന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിർത്തിയതാണ്. സ്തോത്രം. മറ്റാരും നിർത്തിയല്ല, ദൈവം എന്നെ നിർത്തിയതാ. ദൈവം എന്നെ സൂക്ഷിച്ചതാ. എബ്രഹാമേ നീ വിചാരിക്കുന്നത് നീ നിന്നതാണ്, അല്ല, ഞാനാ നിന്നെ സൂക്ഷിച്ചത്. നിന്റെ മര്യാദകളിൽ, നിന്റെ രാത്രികാലങ്ങളിൽ ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നീ കണ്ടില്ല, നീ അറിഞ്ഞില്ല. പലതും നിന്നെ തകർക്കാൻ ശ്രമിച്ചതാ, പല ശത്രുവും നിന്നെ തകർക്കുവാൻ നോക്കിയതാ, പല അമ്പുകളും കൂരമ്പുകളും നിനക്ക് നേരെ വന്നതാ. അതിന് നേരെ പരിചയമായി നിന്നവൻ ഞാനാ. ആമേൻ. എബ്രഹാമേ, ഹല്ലേലൂയ, നിനക്ക് വരാമെന്ന രോഗത്തെ ആമേൻ സ്വതം നിന്നെ തകർക്കുമെന്ന രോഗശക്തിയെ തകർത്തവൻ ഞാനാണെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടരുത്. എന്നെ ഇനിയും മുന്നോട്ട് നടത്താൻ കഴിയുന്ന സ്തോത്രം. ഏത് അസാധ്യതകൾ മുമ്പിലാണ് നിൽക്കുന്നെങ്കിൽ ആ സാധ്യത നോക്കി പറ, ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് അല്ല അവസാനത്തെ വാക്ക്, ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാനാ നിന്റെ പരിച, ഞാനാ നിന്നോട് പറഞ്ഞെങ്കിൽ നീ വിശ്വസിക്കാൻ തയ്യാറാകണം, വിശ്വസിക്കാൻ തയ്യാറാകണം, വിശ്വസിക്കാൻ. കരം കൊടുത്തിട്ട് പറ, ഹല്ലേലൂയ, ദൈവമാണ് എന്റെ പരിച, ദൈവമാണ് എന്റെ പ്രാർത്ഥനയാക്ക്. കരം കൊടുത്തിട്ട് പറ, ദൈവമാണ് എന്റെ പ്രതിഫലം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്.
ആയിരം ബാങ്കിലെങ്കിലും ക്ഷാമമേറ്റ് സാറാഫത്തിൽ സഹിച്ചിടാനായി മരിക്കുവാൻ ഒരുക്കമായിരുന്നില്ലോ. ക്ഷാമമേറ്റ് സാറാഫത്തിൽ സഹിച്ചിടാനായി മരിക്കുവാൻ ഒരുക്കമായിരുന്നില്ലോ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എന്റെ കലശത്തിലെണ്ണ കുറയുന്നില്ല. ക്ഷാമമാണ്. എനിക്കായി കാരുകാമെന്നുഴച്ചവനേ, എനിക്കൊന്നും ഭയമെല്ലാം നിനച്ചിടുമ്പോൾ. എനിക്കായി കാരുകാമെന്നുഴച്ചവനേ, എനിക്കൊന്നും ഭയം നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ദൈവത്തിനില്ലേ ചുമന്നൻ ഭാരമെല്ലാം തന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ദൈവത്തിനില്ലേ ചുമന്നൻ ഭാരമെല്ലാം തന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടും വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകാലപ്പുരയൊന്നും വിതയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകാലപ്പുരയൊന്നും വിതയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, കാണിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, കാണിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, കാണിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കറിയാമെന്നുഴച്ചവനേ, എനിക്കൊട്ടും ഭയമെല്ലാം നിലച്ചിടുമ്പോൾ. എനിക്കൊട്ടും ഭയമെല്ലാം നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ദൈവത്തിനില്ലേ ചുമന്ന ഭാരമെല്ലാം തന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ദൈവത്തിനില്ലേ ചുമന്ന ഭാരമെല്ലാം തന്റെ ചുമലിൽ. ശത്രുഭീതി കേട്ടുതല്ലും നടുങ്ങിടിലും, ചുരച്ചെടി തണലാതിൽ ഭയമിടിലും. ശത്രുഭീതി കേട്ടുതല്ലും നടുങ്ങിടിലും, ചുരച്ചെടി തണലാതിൽ ഭയമിടിലും. പൊന്നുണർത്തി തരും ദൂതർ കനലടകൾ എന്ന് കൃത്യമാക്കി നടത്തിയിടും ദിനം ദിനമായി. പൊന്നുണർത്തി തരും ദൂതർ കനലടകൾ എന്ന് കൃത്യമാക്കി നടത്തിയിടും ദിനം ദിനമായി. പൊന്നുണർത്തി തരും ദൂതർ കനല
മറവിയില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസം പറയണം. സ്തോത്രം. എന്റെ ദൈവം മറന്നു പോകുന്നവനല്ല, സകലതും മറക്കുമ്പോഴും എന്നെ ഓർക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്, ഒരു നല്ല അപ്പനുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവനായ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി ഇന്ന് പകലിലും ദൈവം അറിയിക്കാൻ ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യേ ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന ചിന്തകൾക്കായിട്ട് പഴയ നിയമ പുസ്തകം അതിൻ്റെ 2 Chronicles 2 ദിനവൃത്താന്തം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് കുറിവാക്യമായിട്ട് വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 16:9. യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ അല്പം കൂടെ ക്ലിയർ ആണ്. For the eyes of the Lord run to and fro throughout the whole earth to show himself strong on behalf of those whose heart is loyal to him. തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനാണെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും യഹോവയുടെ കണ്ണുകൾ ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കർത്താവിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ അതിൻ്റെ ആക്ച്വൽ ട്രാൻസ്ലേഷൻ കർത്താവിനോട് വിശ്വസ്തരായിരിക്കുന്നവർ, കർത്താവിൽ ആശ്രയിക്കുന്നവർ, അങ്ങനെയുള്ളവരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിലെങ്ങും യഹോവയുടെ കണ്ണുകൾ ഊടാടിക്കൊണ്ടിരിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളിലുമുള്ള പണ്ഡിതന്മാർ, പാമരന്മാർ, യൗവനക്കാർ, ശിശുക്കൾ, അങ്ങനെ തുടങ്ങി എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആ കണ്ണുകൾ ആ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുള്ള ജനത്തിന് വേണ്ടിയാണ് നോക്കുന്നത് ചോദിച്ചാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടി ഏകാഗ്രചിത്തതയോടെ ഇരിക്കുന്നവർ അനേക വിശുദ്ധന്മാരുണ്ട്, അനേക അഭിഷക്തന്മാരുണ്ട്, ധനവാന്മാരുണ്ട്, മാത്രമല്ല പാണ്ഡിത്യമുള്ളവരുണ്ട്. പക്ഷേ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ ഏകാഗ്രചിത്ത ഉള്ളവർക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയാണ് ദൈവം സ്വയം ബലവാനായി കാണിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വയം ബലവാനായി എനിക്ക് വേണ്ടി കാണിക്കുന്ന എൻ്റെ മുമ്പിൽ എൻ്റെ വിഷയത്തിന് മേൽ വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് കാത്തിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നഷ്ടബോധങ്ങളുമായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ആമേൻ ആ വിഷയങ്ങളുടെ മേൽ ദൈവം ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതികളുടെ മേൽ ദൈവം ഈ ദിവസങ്ങൾ പൂർണ്ണമായും പ്രവർത്തിക്കും. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വചനം പറയാൻ കാരണം ആസ എന്ന രാജാവ് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച വ്യക്തിയായിരുന്നു. ഏകദേശം 36 വർഷത്തോളം എനിക്ക് തോന്നുന്നു ദൈവം പറഞ്ഞതുപോലെ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വന്ന പല യുദ്ധങ്ങളിലും തോറ്റുപോകുമെന്ന് ചിന്തിച്ചപ്പോൾ, ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചപ്പോൾ, ദൈവം അസാധ്യമെന്ന് ചിന്തിച്ച മണ്ഡലങ്ങളിൽ ദൈവം ഈ വ്യക്തിക്ക് ജയം കൊടുത്തു. കാരണം ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരുന്നു. മാത്രമല്ല തൻ്റെ അപ്പനും തൻ്റെ വല്യപ്പനുമൊക്കെ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും സത്യദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തപ്പോൾ ജനത്തെ ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടിരുന്ന ഒരു റിവൈവലിസ്റ്റ് ആയിരുന്നു ഈ രാജാവ്. അവിടെ അന്നത്തെ കാലഘട്ടം യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്ന് ഒരു നിയമം ചെയ്യുവാൻ ഇടയാക്കിയ ഒരു രാജാവുണ്ടെങ്കിൽ ഇദ്ദേഹമായിരുന്നു. അവൻ ജനത്തെ മാത്രം ജനത്തിന്റെ ഹൃദയത്തെ പോലും ദൈവസന്നിധിയിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം, അതെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം അവർ സത്യം ചെയ്യുകയാണ്. പൂർണ്ണ താല്പര്യത്തോടെ യഹോവയെ അന്വേഷിക്കുന്നവരായി അവരെ ദൈവം മാറ്റുകയാണ്. യഹോവ അതുകൊണ്ട് അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊരു വിശ്രമത്തിന്റെ അനുഭവം, നമ്മുടെ ജീവിതത്തിലൊരു സമാധാനത്തിന്റെ അനുഭവം, നമ്മുടെ ജീവിതത്തിന്റെ മേൽ ഒരു പ്രത്യാശയുടെ അനുഭവം ആമേൻ ഈ ദിവസങ്ങളിലും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ ദൈവം താല്പര്യം
താല്പര്യപ്പെടുകയാണ്. നമുക്ക് വിശ്രമം നൽകുവാൻ, നമുക്ക് റെസ്റ്റ് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്. അവൻ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് സ്വതം ചെയ്യാക്കുന്നത്, സ്വസ്ഥമായി ജീവിക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുവാൻ, ദൈവം വിശ്വസ്തനെന്ന് അറിയുവാൻ തക്കമടയാക്കുവാൻ ആഗ്രഹിക്കുന്ന, അവൻ ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന ഒരു ജനത്തെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആ ജനത്തിന് വേണ്ടി ദൈവം സ്വയം ബലവാനെന്ന് വെളിപ്പെടുത്തുന്ന നാളുകൾ മുമ്പിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകാം. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഇദ്ദേഹം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ബെൻഹദാദ് എന്ന സിറിയൻ രാജാവ് അവരുടെ യെരൂശലേം അവർക്ക് നേരെ, അല്ലെങ്കിൽ അവർക്ക് നേരെ മറ്റൊരു സൈന്യം അവർക്ക് നേരെ പടപൊരുതിയപ്പോൾ, യൂദായ്ക്ക് നേരെ യെരൂശലേം കടന്നു വന്നപ്പോൾ ബെൻഹദാദ് എന്ന സിറിയൻ രാജാവുമായി സഖ്യത ഉണ്ടാക്കുകയും ദൈവത്തിൽ നിന്ന് ആശ്രയം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തപ്പോൾ ആമേൻ സ്വതം അവിടെ ബെൻഹദാദിന്റെ ആമേൻ അതെ ആസായോട് ദൈവം പറയുന്ന ഒരു പ്രവാചകൻ മുഖാന്തരം ദൈവം ആസായോട് പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ നീ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നു, പക്ഷേ നിനക്ക് ദൈവത്തെങ്കിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോയിട്ട് നീ മറ്റു ചില സഖ്യതകളിലേക്ക് കടന്നു പോകരുത്. സ്വതം അവസാനം വരേക്കും ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ തയ്യാറാകുക. പൂർണ്ണമായിട്ടും ദൈവത്തിലെ ആമേൻ ഈ ദിവസങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അവസാനത്തോളം നിൽക്കുന്നവനെ ദൈവം കൈവിടത്തില്ല. ആ സഖ്യത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിനയായി മാറുകയാണ്. സ്വതന്ത്രം. അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ തുടക്കം കൊള്ളാമായിരുന്നു, പക്ഷെ അവസാനം അല്പം ട്രാജഡി ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പണ്ടത്തെ പെന്തക്കോസുകാരെ പോലെയായിരുന്നു. അവരൊക്കെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചായിരുന്നു. മരുന്ന് രോഗം വരുമ്പോഴേ ഡോക്ടറിന്റെ അടുക്കലേക്കല്ല ഓടുന്നത്, രോഗം വരുമ്പോഴേ മുഴങ്കാലം മടക്കി. പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്, സ്വതം യഹോവയിലുള്ള നിന്റെ പൂർണ്ണമായ ആശ്രയം നഷ്ടപ്പെട്ടു പോയി. നിനക്ക് ഹല്ലേലൂയ പദവിയും അവൻ അധികാരവും എല്ലാം കിട്ടുമ്പോൾ പലപ്പോഴും നമ്മുടെ ആശ്രയം അതിലേക്ക് പോകാതെ പൂർണ്ണമായിട്ടും യഹോവയെ ആശ്രയിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്നത് സകല മണ്ഡലങ്ങൾ അടഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഏകാഗ്രചിത്തനായിട്ട് ദൈവസന്നിധിയിരിക്കുക. അവിടെ ഗ്രീക്ക് വേർഡ്, അല്ലെങ്കിൽ അതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറഞ്ഞാൽ പിസ്തോസ്. അവിടെ പിസ്തോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ട്രസ്റ്റ്, ദൈവത്തിന്റെ വിശ്വസ്തത, അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അത് മാത്രമല്ല ദൈവത്തിൽ സ്വതന്ത്രം ദൈവം വിശ്വസ്തനെന്ന് എണ്ണുവാൻ തക്കവണ്ണം അബ്രഹാമും സാറായിയും ഇടയാക്കിയത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. സ്വതം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്, ദൈവം വിശ്വസ്തനാണ്. അല്ലയോ എത്ര വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ശത്രു പറയും വിശ്വസ്തനല്ലെന്ന്, പക്ഷേ ഇന്ന് ദൈവത്തിന്റെ വചനം പറയും ദൈവം വിശ്വസ്തനാണ്. ചരിത്രം പറയും ദൈവം വിശ്വസ്തനാണെന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാൻ ദൈവം വിശ്വസ്തനാണോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ മാത്രമല്ല, ദൈവം നീതിയോടെ വ്യവഹരിക്കുന്നവനാണ്. ദൈവം പക്ഷപാതം കാണിക്കുന്നവനല്ല, മുഖം നോക്കി ആരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവല്ല, ഹൃദയത്തെ അളന്നു തൂക്കി പ്രവർത്തിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ബൈബിൾ ഉടനീളം പല ഇടങ്ങളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തതയെ പറ്റി അറിയണമെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം നമ്മൾ ആദ്യം വായിക്കാൻ തയ്യാറാണ്. ആ ദൈവവചനത്തിന് മാത്രമേ നമുക്ക് അത് വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അല്ലെങ്കിൽ ഇത് എത്ര പേർ വിശ്വാസം ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചിലത് പ്രവർത്തിക്കാൻ പോവാ. നാം അവിശ്വസ്തരായി തീർന്നാലും, 2 തിമോഥെയോസിന്റെ 2:13 പറയുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും. അവിശ്വസ്തരായി തീരാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ അവിശ്വസ്തത ദൈവത്തോട് പലപ്പം വന്നിരിക്കും, ചിന്തകളിൽ പോലും അവിശ്വസ്തത വരും. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും നമ്മളോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്തു നിന്നും ദൈവം ഇവിടെ മാറത്തില്ല. ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവിക വിശ്വസ്തത. അപ്പൊ ദൈവത്തോട് വിശ്വസ്തരായി നമ്മൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ
സമയം അല്പം മുന്നോട്ട് പോയെന്ന് ചിന്തിച്ചാലും, പലരും സ്വതന്ത്രം അനുഗ്രഹം പ്രാപിച്ചെന്ന് നമ്മൾ ചിന്തിച്ചാലും അതിന് ഒന്നും പതറിപ്പോകരുത്. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയത്തില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. അതിന്റെ പ്രത്യേകത, എന്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർ പറയും എന്റെ ദൈവം വിശ്വസ്തനാണ്, എനിക്ക് വേണ്ടി ഈ ദിവസം എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം പറയണം. ഹല്ലേലൂയ, അവൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ വിശ്വസ്തത മാത്രമാണ് ദൈവത്തിന്റെ വചനം പറയുക. ദൈവത്തിന്റെ വിശ്വസ്തത തലമുറയോളം കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ, തലമുറകൾ എത്ര കഴിഞ്ഞാലും, ഇനിയിപ്പോ 100 തലമുറ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വിശ്വാസത്തിന് മാറ്റം വരത്തില്ല. വിശ്വസിക്കുന്നുണ്ട്. എത്ര നാൾ കഴിഞ്ഞാലും ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. നമ്മുടെ സ്വഭാവത്തിന് നമ്മൾ പറയുമ്പോൾ അവിശ്വസ്ത വന്നേക്കാം. പക്ഷേ വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദൈവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യാതിരിക്കുമോ? അപ്പോൾ വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറ്റി പറയുന്നവരല്ല. ഇന്ന് കള്ളം പറയുന്ന ദൈവത്തെയല്ല ആരാധിക്കുന്നത്, ഭോഷ്ക് പറയുന്ന ദൈവത്തെയല്ല ആരാധിക്കുന്നത്, സത്യം മാത്രം സംസാരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് ദൈവവചനത്തിനകത്ത് എന്തെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അണുവിട മാറാതെ ആ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു ഭാഗത്ത് പറയുക, നിന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കും നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചത് അവന്റെ വിശ്വസ്തതയാണെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? യേശു ക്രിസ്തുവിന്റെ സകല വാഗ്ദത്തങ്ങളും അത് ആമേൻ ആമേൻ എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിൽ തന്നെ നമ്മളൊരു പക്ഷേ വിശ്വസ്തരെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഏകാഗ്ര ചിത്തത, ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ആ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ കടന്നു വന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ബലവാൻ എന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇവിടെയാകും. പ്രോവേർബ്സ് അതിന്റെ 20:6 പറയുന്നതാണ്, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും. അപ്പൊ നമ്മളിൽ തന്നെ നോക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്ന ഞാനും പറയാം, ഞാൻ വിശ്വസ്തനാണ്, എനിക്ക് കുറവില്ലാതെ ചിന്തിക്കാം. പക്ഷേ സ്വതന്ത്രം ദൈവം എന്നെ നോക്കുമ്പോൾ അവിശക്തന്മാരെ അല്ല ദൈവത്തിനാവശ്യം യഥാർത്ഥത്തിൽ വിശ്വസ്തന്മാരെയാണ്. ഹല്ലേലൂയ. അഭിഷേകം പകരുന്നവൻ ദൈവമാ, ശക്തി പകരുന്നവൻ ദൈവമാ, ധനമുണ്ടാക്കാൻ ശക്തി കൊടുക്കുന്നവൻ ദൈവമാ. ഹല്ലേലൂയ, സ്തോത്രം. കാര്യങ്ങൾ ചെയ്യാൻ അവൻ ശക്തി കൊടുക്കുന്നവൻ ദൈവമാണ്. വചനം പറയാൻ ശക്തി കൊടുക്കുന്നവൻ ദൈവമാ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ ശക്തി കൊടുക്കുന്നവൻ ദൈവമാ. പക്ഷേ വിശ്വസ്തന്മാര് ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ വിശ്വസ്തയോടെ ദൈവസന്നിധി ഏകാഗ്രചിത്തനായി നടക്കുവാൻ പ്രാമേ തയ്യാറാണോ? ദൈവം സമയമാകുമ്പോൾ എനിക്ക് വേണ്ടി ബലവാൻ എന്ന് കാണിപ്പാൻ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആശ്രയിക്കുന്ന 24 മണിക്കൂറും 365 ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളാക്കി ദൈവം, സ്തോത്രം, ആമേൻ, ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ? സ്തോത്രം. സമയം അല്പം മുന്നോട്ട് പോയെന്ന് ചിന്തിച്ചാലും നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്, അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ആക്സ് അപ്പോസ്തല പ്രവൃത്തി 13:22 പറയുകയാണ്, രാജാവായി വാഴിച്ചു. ഞാൻ യിശയ്യായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി ഞാൻ കണ്ടു, അവൻ എന്റെ ഹിതം എല്ലാം ചെയ്യും. ആ ദാവീദിനെ വിശ്വസ്തനായ ഒരു വ്യക്തിയായി ദൈവം കണ്ടു. പലപ്പോഴും നമ്മൾ കാണുന്ന ദാവീദ്, പാപം ചെയ്ത ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ ഊരിയാവിനെ കൊന്ന ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. തൻ്റെ മകനായ അബ്ശലോം അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തെ നിർത്തുവാൻ കഴിയാതെ ദാവീദ്, അവിടെ പരാജയപ്പെട്ടു പോയ ദാവീദിനെ നമ്മൾ കാണുന്നത്. ജനത്തെ എണ്ണുവാൻ, സ്തോത്രം, തയ്യാറാകുകയും ജനത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമാകുവാൻ ഇടയാക്കിയ ദാവീദിനെയും പലരും നെഗറ്റീവായിട്ടുള്ള കണ്ണുകളോടെ കാണുമ്പോൾ ദൈവത്തിന്റെ കണ്ണ് ദാവീദിനെ കാണുന്നത് മറ്റൊരു തലത്തിലാണ്. സ്തോത്രം.
ദാവീദിന്റെ ഹൃദയത്തെ തനിക്ക് ബോധിച്ച ഹൃദയമായി ദൈവം കണ്ടു. ഈ ജീവിതത്തിൽ പല കുറവുകളും വന്നേക്കാം, പക്ഷേ അതിന്റെ മധ്യേയും വിശ്വസ്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ദിവസങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിലെ ദാവീദിന്റെ സ്വഭാവത്തിലേക്ക് നോക്കിയാൽ ഹല്ലേലൂയ, തന്നെ കൊല്ലുവാൻ വന്ന ശൗല് നേരെയും തന്നെ കൊല്ലുവാൻ വന്ന അബ്ശലോമിനെ നേരെയും ആമേൻ അവരുടെ തകർച്ചയ്ക്ക് നേരെ നിൽക്കാതെ അവർക്ക് സ്തോത്രം അവർക്ക് നേരെ വാൾ ഉയർത്താതെ അവരോട് ക്ഷമിക്കുവാനും അവരെ കൈക്കൊള്ളുവാനും ഒക്കെ തയ്യാറാകുന്ന ദാവീദിനെ നമ്മൾ കാണുന്നത്, ദൈവം കണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്തപ്പോൾ മുഴങ്കാലുകൾ മടക്കി വീണ് കിടന്ന് കണ്ണീരൊഴുക്കി കരയുന്നൊരു ദാവീദിനെയാണ് ദൈവം കണ്ടത്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. സ്വതം നമ്മളെ എല്ലാ നന്മ നമ്മളെല്ലാം തികഞ്ഞിട്ട് ദൈവത്തിന് നമ്മളെ ബോധിക്കണമെന്നില്ല. പക്ഷെ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളും നമ്മുടെ ജീവിതത്തിലെ ആമേൻ അപജയങ്ങളുടെയൊക്കെ മുമ്പിലും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ആമേൻ പൂർണ്ണമായ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറാകുന്നവരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോയി കർത്താവേ തരണമേ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വരണമേ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, യേശുവേ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. ദാവീദ് അങ്ങോട്ട് ചോദിക്കുക, ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ആമേൻ. ഒരിക്കൽ അംബാനി സ്തോത്രം ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പം അതിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് കണ്ടു, കർത്താവെ ഇനി അങ്ങോട്ട് വല്ലതും തരണോ ദൈവമേ എന്ന് ചോദിക്കുന്നു. സ്തോത്രം. അത് തമാശയായിട്ട് ചോദിച്ചു. ദാവീദ് എപ്പോഴും ആഗ്രഹം, ദൈവമേ അങ്ങേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവം അവർക്ക് വേണ്ടി വെറുതെ ഇരിക്കത്തില്ല. നമ്മുടെ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഇന്ന് വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ആമേൻ മുന്നോട്ട് പോവുക. ദൈവപ്രവൃത്തി എവിടെയോ കിടപ്പുണ്ട്, അത് ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുന്ന സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദാവീദ് ദൈവത്തെ പുറകെ പോയ വ്യക്തിയാണ്. ഏകദേശം 73 സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദ് അവൻ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒറ്റയ്ക്കിരുന്ന് ആടുകളെ മേയിക്കുമ്പോഴും ദൈവത്തെ തന്റെ കിഞ്ചനം വീട്ടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദാവീദിനെയാണ് ചരിത്ര താളുകളിൽ വചനത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പം മുന്നമേ ദൈവം ദാവീദിന്റെ ഹൃദയത്തെ കണ്ടിരുന്നു. ആമേൻ. സ്തോത്രം. ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു താല്പര്യമുള്ളൊരു ദാവീദിനെയാണ് ദൈവം കണ്ടത്. ആത്മീയ വിഷയങ്ങളിൽ ദൈവരാജ്യവസ്ഥയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ഈ ദിവസം അടുക്കുവാനും താല്പര്യമുള്ള ഒരു കൂട്ടം ജനത്തെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദാവീദിന് ആത്മീയ വിഷയങ്ങളിൽ വല്ലാത്ത താല്പര്യമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം വന്ന പല രാജാക്കന്മാരും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവസാനത്തോളം പാപം ജീവിതത്തിലുണ്ടായിരുന്നുവെങ്കിലും കുറവുകൾ ജീവിതത്തിലുണ്ടായിരുന്നുവെങ്കിലും യഹോവയെ വിട്ടുമാറാതെ സത്യദൈവത്തെ പിൻപറ്റി അവസാന ശ്വാസത്തോളം നിന്ന് ദാവീദിനെ എങ്ങനെ ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കും? എങ്ങനെ ദാവീദിന്റെ ജീവിതത്തിന് മേൽ ആമേൻ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ പെട്ടകം യെരൂശലേമിൽ കൊണ്ടുവരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദാവീദ് കുറച്ച് മാറ്റിക്കൊണ്ട് പെട്ടകം വെച്ച് ദൈവത്തിന്റെ ആലയം പണിതില്ല. കാരണം ഏറ്റവും അടുത്ത ആലയം ഉണ്ടെങ്കിൽ അത്രയും സമയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റ് ബെത്ലഹേമിൽ കൊണ്ട് വേണമെങ്കിൽ വെക്കാമായിരുന്നു. പക്ഷെ യെരൂശലേമിൽ വീടിന്റെ തൊട്ടടുത്ത് കൊണ്ട് സമാഗമ കൂടാരം പണിത്. അപ്പം മണിവാളിയൊക്കെ ഇരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് സങ്കീർത്തനം 84 ആസാഫ് പുത്രന്മാർ പറയുന്നത്, അവന്റെ പ്രാകാരത്തിൽ കഴിക്കുന്നത് ഞാൻ വാഞ്ചിച്ച് മോഹിച്ച് പോകുകയാണ്, എന്റെ ജഡവും എന്റെ മാംസവും ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എത്ര പേർക്കെന്ന് പറയാൻ സാധിക്കും? സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? പ്രിയ റോണി ബദറെ സ്വതം ചില സ്വതം തിരക്കേറിയ കടന്നു വരാൻ കഴിയാതിരുന്നപ്പോഴും സ്വതം ഈ സമയത്ത് ഓടി വന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവ സഹോദരൻ മാനിക്കും സ്വതം.
ദൈവത്തെ തേടി വരുന്ന ആരെയും ദൈവം മാനിക്കാതിരിക്കത്തില്ല. സഹോദരൻ സ്തോത്രം. സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ചില വില കൊടുത്ത് ദൈവസന്നിധിയിൽ യാത്രകളൊക്കെ ചെയ്ത് ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്ന സമയങ്ങൾ ഒരിക്കലും നഷ്ടമാകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. 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 വിശ്വസിക്കാത്തവർ ധാരാകം. ഇന്ന് വിശ്വസിക്കാത്തവർ ധാരാകം. വിശ്വസിക്കാത്തവർ ധാരാകം. ഇന്ന് വരെ സംഭവിക്കാത്ത ചിലത് ഈ ദിവസങ്ങൾ ചെയ്യാൻ ദൈവത്തിന് താല്പര്യമുണ്ടെന്ന്, ഇന്ന് വരെ ജീവിതത്തിൽ നടക്കാത്ത ചിലതിനെ ഈ ദിവസങ്ങൾ നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്, വർഷങ്ങളായി നടക്കത്തില്ല എന്ന് ശത്രു പറഞ്ഞ മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തൻ ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് സ്വതന്ത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ വീടിനടുത്ത് തന്നെ കൊണ്ട് ആലയം പണിത്. സ്തോത്രം. ഏത് സമയത്തും അവിടെ പോയി ദൈവത്തെ ആരാധിക്കാം. അത് മാത്രമല്ല, കൂടാരത്തിനകത്ത് പെട്ടകം കിടക്കുന്ന കണ്ടപ്പോൾ ദാവീദ് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഇങ്ങനെയുള്ള വ്യക്തിയെ എങ്ങനെയാ ദൈവത്തിന് വെറുതെ ഇരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് തനിക്ക് ഉള്ളത് മുഴുവൻ ദൈവത്തിന് ആലയത്തിന് വേണ്ടി കൊടുക്കുവാൻ ദാവീദിനൊരു ഹൃദയമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് 24 മണിക്കൂറും 365 ദിവസവും ആലയത്തിന്റെ ദീപം കെട്ടുപോകാതെ ഒരു ആരാധന ദൈവാലയത്തിൽ നടന്നിരുന്നു. എനിക്ക് ആരാധിക്കാൻ കഴിയത്തില്ല, പക്ഷെ ആരാധന ദൈവാലയത്തിൽ നടക്കണം. ഉണർവിന് വേണ്ടി എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? നിന്ന് പോകാത്ത ഒരു ആരാധന ഈ ദിവസങ്ങളിൽ ദൈവത്തെ സത്യദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു ആരാധന നമ്മുടെ മധ്യേയും ദൈവം വെളിപ്പെടുത്തുമെന്ന് ആമേ ഈ ദിവസങ്ങൾ വിശ്വസിക്കുന്ന ഏൽപ്പിച്ചു പോകാം. ആമേ. അതുകൊണ്ട് സ്തോത്രം. ദാവീദിന് ദാവീദ് ഹൃദയത്തെ തേടുന്നവനെന്ന് ദൈവം പറയുവാനിടയായി. തന്റെ സ്വന്തം മകനായ ശലോമോൻ പോലും അത്ര വിവേകവും ജ്ഞാനവും ബുദ്ധിയുമുള്ള അത്ര ഐക്യമുള്ള മനുഷ്യൻ പോലും ദൈവസന്നിധി വീണുപോയി അവസാനമാകും. പക്ഷെ ദൈവത്തെ തേടി ദാവീദ് വീണില്ല. ഹല്ലേലൂയ. വീണെങ്കിലും ദൈവനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് വീഴത്തില്ലെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ അവസാനത്തെ മഹാമി സമയത്തോളം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കൂടും. ഞാൻ എൻ്റെ ജീവിതത്തിന് മേൽ ദൈവപ്രവൃത്തി ഞാൻ കാണും. അവസാനം വരെ ഓണം. ഒരുപക്ഷെ ഫിനിഷിംഗ് ലൈൻ ഇപ്പുറത്ത് വെച്ചായിരിക്കാം ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിന് മേൽ വെളിപ്പെടാൻ പോകുന്നത്. അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രത്യാശ നഷ്ടപ്പെടുത്തുവാൻ പൈശാചിക മണ്ണം പല വിധത്തിൽ ശ്രമിക്കുക. പക്ഷേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചിലരോടുള്ള ദൂതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അവസാനത്തോളം പിടിച്ചു നിൽക്കുക. അവസാനത്തോളം കാത്തു നിൽക്കുവാൻ, അവസാനത്തോളം ഈ ദിവസങ്ങൾ ഓടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദിവസം മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ദൈവം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി സ്വയം ബലവാനെന്ന് കാണിക്കുവാൻ അനേകരുടെ മധ്യേ നമ്മളെ ഓരോരുത്തരെയും ഒരു ദൈവിക സ്വതന്ത്രം അത്ഭുതമാക്കി മാറ്റുവാൻ, മാനിക്കപ്പെടുവാനുള്ള ദൈവിക പദ്ധതിക്കായിട്ട് എത്ര ദൈവത്തെ സ്വതന്ത്രം ചെയ്യാം. അവിശ്വാസത്തിൽ ആത്മാവ് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിനകത്ത് വിശ്വസ്തത നമുക്ക് പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി അല്പം സ്വല്പമൊക്കെ ഒരു ദിവസമെങ്കിലും ചിലപ്പോൾ കള്ളം പറയുമ്പോൾ ഞാൻ പറയും, കർത്താവെ അറിയാതെ പറ്റിപ്പോയത് അവിശ്വസ്തരായി തീർന്ന സ്വതം. ആരും കണ്ടില്ലെങ്കിലും സ്വതം കാണുന്നൊരു ദൈവമുണ്ട്. സൂത്രം ആരോടും അവൻ ആരും കാണാതെ നമ്മൾ പലതും ചെയ്യുമ്പോൾ കാണുന്ന 2 കണ്ണുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ആ ദൈവത്തിന് മുമ്പ് ഏത് സമയത്ത് ഏറ്റു പറയാൻ തയ്യാറാണോ? ദൈവത്തിന് അതൊരു വിഷയം. ദൈവം വിശ്വസ്തനാ. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി സദാ ജാഗരിക്കുന്ന ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മൾ ബലഹീനരാണെന്ന് അറിയുന്നൊരു കർത്താവുണ്ടെന്ന്. അതുകൊണ്ടാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തലയിൽ തന്നത്, ഉള്ളത്തിൽ തന്നത്. പഴയ നിയമത്തിൽ വന്നും പോകുന്ന പരിശുദ്ധാത്മാവായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഉള്ളിൽ വസിക്കുന്ന ഒരു ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നത് നമ്മൾ ബലഹീനരാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ശരീരത്തിനകത്ത്, എൻ്റെ കൂടാരമാകുന്ന ശരീരത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ വസിപ്പോൾ വന്നതിന് ഒരു കാരണം 9 ഫലങ്ങൾക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നത്. 9 ഫലങ്ങളിൽ 7ാമത്തെ ഫലമാണ് വിശ്വസ്തത. തിരിച്ചറിയുന്നു, വിശ്വസ്തത വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. വിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവാണ്.
ഈ പരിശുദ്ധാത്മാവുന്ന അച്ചാരം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസതയാണ്. ദൈവം ഒരു സീൽ എന്റെ മേൽ അടിച്ചിരിക്കുക. സ്തോത്രം. ഇവനെ ഞാൻ നിത്യത കാണിപ്പാൻ ഇടയാകുമെന്ന് ആമേൻ തന്നിരിക്കുന്ന സീൽ പരിശുദ്ധാത്മാവാണെന്ന്. അത് ദൈവത്തിന്റെ വിശ്വസതയാണ്. മനസ്സിലാകുന്ന എത്ര ദൈവമക്കളുണ്ട്? പരിശുദ്ധാത്മാവ് തന്നതിനായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. അച്ചാരമാണ്, ഗ്യാരണ്ടി. ഒരു സാധനം വയ്ക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി സീലടയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടം വന്നാൽ ഞാനത് റിപ്പയർ ചെയ്യും. അങ്ങനെ ഇന്നൊരു ഗ്യാരണ്ടി ഉണ്ട്. തന്റെ പരിശുദ്ധാത്മാവെന്ന ഗ്യാരണ്ടിയെ എന്റെ അകത്തളങ്ങളിൽ ദൈവം പകർന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ വിശ്വസതയാണ്. അവസാനത്തോളം പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. തളർന്നു പോകാതെ തകർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ സ്തോത്രം നമുക്കിടയാകണമെങ്കിൽ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ദൈവത്തിന്റെ സൈലൻസ്, മിണ്ടാതിരിക്കുന്ന ദൈവം ചിലപ്പോൾ കാണും. സ്തോത്രം. എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ചലിക്കുന്നില്ല, എൻ്റെ വിഷയത്തിനകത്ത് ഒരു ദൈവശബ്ദം കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവിന്റെ ഉത്തരം കിട്ടുന്നില്ല. സ്തോത്രം. ഞാൻ കരയുമ്പോഴും പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ 1 കൊരിന്ത്യർ 10:13 പറയുകയാണ്, നമുക്ക് അറിയാവുന്നൊരു വാക്യമാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അല്ലേ? അപ്പൊ മനുഷ്യന് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. അത് സ്കൂളിലോ കോളേജിലോ പഠിച്ചപ്പോൾ പരീക്ഷയല്ല, ജീവിതത്തിൽ വരുന്ന പരീക്ഷയാണ്. പരീക്ഷ ജയിച്ചാലേ അടുത്ത ക്ലാസ്സിൽ പോകാൻ പറ്റത്തുള്ളൂ. അല്ലേ? അതുകൊണ്ട് പരീക്ഷ ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ പോകും, അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് കർത്താവ് കയറ്റാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. അല്ലെങ്കിൽ ഓരോ പരീക്ഷ കഴിയുമ്പോഴും എബ്രഹാത്തിന്റെ പേരും എബ്രഹാമിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ നിന്നെ വല്ലാതെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. സ്തോത്രം. വെറുതെ ഒന്നും ദൈവം പറയത്തില്ലെന്ന്. ദൈവം ഒരുവനുമായി സംസാരിക്കണമെങ്കിൽ, ദൈവം ഒരു അനുഗ്രഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വില കൊടുക്കുന്നവർക്ക് ദൈവം അനുഗ്രഹം തരത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് തരുന്ന അനുഗ്രഹമല്ല, ഇത് ഭൂമിയിലാണ് അനുഗ്രഹം. നിലനിൽക്കത്തില്ല. ദൈവം ഒരുവന്റെ മേൽ പകർന്നാൽ, ദൈവം അനുഗ്രഹിച്ചാൽ തലമുറയായ നിലനിൽക്കും. ശത്രുവിന് അതിനെ ക്ഷേമെടുക്കാൻ കഴിയത്തില്ല. അതിനോടുകൂടെ ദൈവം വേദന തരത്തില്ല. അത് കിട്ടിയെങ്കിൽ വായിക്കാം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അവിടെ പറയുകയാണ്, പരീക്ഷയോടുകൂടെ ഒരു പരീക്ഷയുണ്ട്, അതിന്റെ കൂടെ പോക്ക് വഴിയും തരും. സ്തോത്രം. മനുഷ്യൻ തരുന്ന പരീക്ഷയുടെ കൂടെ പോക്ക് വഴിയില്ല, ദൈവം തരും അതിന് കൂടെ ഒരു വഴിയുണ്ടെന്ന്. അല്ല, സൊല്യൂഷനോടെ തന്നിട്ട് ദൈവം പോകത്തുള്ളൂ. പിശാച് തരുമ്പോൾ അങ്ങനെയല്ല. സ്തോത്രം. പിശാച് പാപത്താൽ പരീക്ഷിക്കുന്നതല്ല, ദൈവം നമുക്ക് പരീക്ഷ തരുന്നത് പാപം കൊണ്ടല്ല. ദൈവം നമുക്ക് തരുന്ന പരീക്ഷയ്ക്കകത്ത് ഒരു പോക്കുവഴിയുടെ കർത്താവ് തരുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ 1 കൊരിന്ത്യർ 10 ജൈവജനം മുന്നോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, 40 വർഷത്തോളം മരുഭൂമി യാത്രയിൽ പോകുമ്പോൾ അവർക്ക് ദൈവം വിശ്വസനായി കൂടെ ഇരുന്നു. അവർ ദൈവത്തെ വിശ്വസിച്ച് പുറത്തിറങ്ങിയവരാണ്. അവർ ദൈവത്തെ വിശ്വസിച്ച് മിസ്രൈമിൽ നിന്ന് കാലെടുത്ത് ബൗണ്ടറിക്ക് അപ്പുറത്ത് വെച്ചവരാ. അവര് ബൗണ്ടറിക്ക് അപ്പുറത്ത് കാല് വെച്ചപ്പം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം അവർ വിട്ടുപോയിട്ടില്ല. 40 വർഷം ഇവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ 20 ലക്ഷം ജനത്തിന് കൊടുക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ദൈവം മന്നായെ പൊഴിച്ച് തന്റെ ജനത്തെ ഈ 40 വർഷവും നടത്തിയ ദൈവിക വിശ്വസതയെ ഇന്നും നമ്മൾ ഉയർത്തി വാഴ്ത്തുമ്പോൾ, ഹല്ലേലൂയ, അതേ ദൈവത്തെ ആരാധിക്കുന്ന വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ നടന്ന ജനം കുറച്ച് കഴിയുമ്പോൾ മടുക്കാൻ തുടങ്ങി. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അവർ മറക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ വിശ്വാസതയ്ക്ക് മാറ്റം വന്നില്ല. 20 ലക്ഷം ഇറങ്ങി, 20 ലക്ഷവും അവിടെ ശവക്കുഴി കൊടുത്തു. 2 പേര് മാത്രമേ വാക്തത്വത്തിൽ അടക്കം ചെയ്തുള്ളൂ. ബാക്കി എല്ലാവരും മരുഭൂമിയിലെത്താണ്. സ്വന്തം. കാരണം അവരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയി. വിശ്വസിക്കുന്നത് കർത്താവ് ഈ ദിവസങ്ങൾ ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. സിസ്റ്ററെ വിശ്വസിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ.
അത്ഭുതങ്ങളെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവം ചിലത് ജീവിതത്തിന് മേൽ കണ്ടിട്ടുണ്ട്, അത് ദൈവ സമയമാകുമ്പോൾ വെളിപ്പെടുത്താൻ പോവുക. ദൈവത്തിന് മുമ്പ് ഈ ദിവസങ്ങൾ വിശ്വസത നിനക്ക് അത് ഈ ദിവസങ്ങൾ ദൈവം സമയമാകുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ആമേൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ നമുക്ക് തയ്യാറാകാം. സ്തോത്രം, ഹല്ലേലൂയ. യോസേഫ് ഒരുപാട് പരീക്ഷയൊക്കെ പോയതാ. പക്ഷേ ആ പരീക്ഷയിലൊക്കെയും ഓരോ പരീക്ഷ കഴിയുമ്പോഴും അതിനോടുകൂടെ ഒരു പോംവഴി ദൈവം കൊടുത്തു. ഒരു പരീക്ഷ കഴിയുമ്പോൾ അടുത്ത പരീക്ഷ, ഒരു വർഷം കഴിയുമ്പോൾ അതിനും വലിയ പ്രശ്നം. സ്തോത്രം, പേടിക്കണ്ട. ഹല്ലേലൂയ. അതിനോടുകൂടെ ഞാൻ പറഞ്ഞു ശരിയാണ്. സ്തോത്രം ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രശ്നം മാറുമ്പോഴത്തേക്കും സ്വന്തം എല്ലാം സോൾവ് ആയെന്ന് തോന്നും, വേറെ പ്രശ്നം വരുന്നു. പക്ഷേ അതിനോടുകൂടെ അതിനും ഒരു പോംവഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ മധ്യേ എന്റെ ദൈവത്തിന് മാനിക്കാൻ പദ്ധതിയുള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വർഷങ്ങളായി ദൈവത്തിന്റെ ശബ്ദം യോസേഫ് കേട്ടിട്ട് നാളുകളായി. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ദൈവശബ്ദമില്ല, പൊത്തിപ്പോഴും ദൈവശബ്ദമില്ല, പൊത്തിഫോറിന്റെ ഭവനത്തിൽ നിന്നും ആമേൻ അവിടെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ദൈവശബ്ദമില്ല. പക്ഷേ അവിടെയൊക്കെയും പ്രത്യാശ നഷ്ടപ്പെടാത്ത യോസേഫുണ്ട്. യോസേഫിന് ഉറപ്പുണ്ട്, എന്റെ ദൈവം വിശ്വസനാണ്, എന്നോട് പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ എന്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ഓരോന്ന് കടന്നു പോകുമ്പോഴും അതിന്റെ ഉള്ളിൽ പോക്ക് വഴി അതിനോട് ചേർന്ന് ഒരു പോംവഴിയും കഥ ഒരുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോസേഫ് പറയുകയാണ്, എന്റെ സകല പിതൃഭവനമൊക്കെയും ദൈവം എന്റെ പിതൃഭവനമൊക്കെയും ദൈവം മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് സ്തോത്രം യോസേഫ് മകന് മനേശ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമുണ്ടെന്ന് പറഞ്ഞ് യോസേഫ് അടുത്ത മകനും പേര് കൊടുക്കുകയാണ്. അപ്പോ യോസേഫിനൊരു കാര്യം ഉറപ്പുണ്ട്, സങ്കടദേശത്താണ് ദൈവത്തിന്റെ വർധന വരുന്നത്. ഹല്ലേലൂയ. ആ കഷ്ടതയ്ക്ക് ഈ ചൂളയ്ക്കുള്ളിൽ നമ്മൾ കർത്താവിന് വേണ്ടി എരിവോടെ നിൽക്കുവാനും ദൈവത്തെ മറുതലിച്ചു പോകുവാനും തയ്യാറാകാതെ നിൽക്കുവാൻ തയ്യാറാകുന്നവന്റെ ജീവിതത്തിൽ അതിന്റെ മധ്യ ഒരു വർധനവ് തരുവാൻ ദൈവത്തിന് കഴിയും. വെറുതെ ദൈവം വർദ്ധിപ്പിക്കത്തില്ല. സ്വന്തം വിശ്വസ്തന്മാരുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. 40 വർഷം മോശയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30 വർഷം യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മോശ തന്റെ ഭവനത്തിലൊക്കെയും വിശ്വസനായതുപോലെ യേശുവും വിശ്വസനായി, ദൈവത്തിന് പുത്രന. പക്ഷേ 30-ാം വയസ്സിലാണ് ഒരു ശുശ്രൂഷ കർത്താവിന്റെ കരങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷകളെ ദൈവം തരുന്നത്, യഥാർത്ഥത്തിൽ ദൈവം കൊടുക്കുന്ന ശുശ്രൂഷകൾ ദൈവം കൊടുക്കുന്നത് വിശ്വസ്തൻ എന്ന് നോക്കിയിട്ടേ ദൈവം കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവിക ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിശ്വസ്തരായി നിൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. 30 വർഷം കഴിഞ്ഞപ്പോഴാണ് ആമേൻ. അതിനുശേഷം 40 വർഷം കഴിഞ്ഞപ്പോഴാണ് മോശയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. 40 വർഷം മോശ മരുഭൂ യാത്രയിൽ അതെ അതിന് അമ്മാവിയപ്പനായ ജത്രോയുടെ ഭവനത്തിനകത്ത് ആടുകളെ മേയിക്കുന്ന അനുഭവത്തിലായിരിക്കുമ്പോഴോ മോശ ഒരിക്കലും ദൈവത്തോട് മറുതലിക്കുന്നതായിട്ട് ഒരു വാക്ക് പോലും അവിടെയും എഴുതി വെച്ചിട്ടില്ല. യോസേഫ് ദൈവത്തോട് മറുതലിക്കുന്നതായിട്ട് അവിടെയും എഴുതി വെച്ചിട്ടില്ല. ഇപ്പം വിശ്വസ്തനാണെന്ന് എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ജീവിതത്തിന്റെ ഏത് അനുഭവത്തിനകത്തും വിശ്വാസം പറയാം, ദൈവം വിശ്വസ്തനാണ്, ദൈവം നല്ലവനാണെന്ന് ഇന്ന് വാഗൊണ്ട് നേച്ചു പറയാൻ തയ്യാറാകുക. അത് പാടി സ്തുതിച്ചപ്പോഴാണ് യോസേഫിന് മേലെ വന്ന് ശത്രുവിന്റെ മേൽ ജയം കൊടുക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കിയത്. ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ചിലരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. സ്വതം ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഹെബ്രായക്കാർക്ക് ലേഖനം 3:1 പറയുകയാണ്, മോശ ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്ന പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. അപ്പോൾ ക്രിസ്തുവിനെ അഭിഷേകം ദൈവം ചെയ്തു, ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. എങ്കിലും ഒരല്പം അവിശ്വസ്തത യേശുവിന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ സ്തോത്രം കാര്യം മാറിയനെ. നമ്മൾ ഈ ഹാളിൽ എല്ലാവരും ഇരിക്കും, നമ്മളെ വീട്ടിലിരുന്നേ. സ്വന്തം മനുഷ്യ മനസ്സിലാകുന്ന
ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ ആരാധിക്കാൻ നടക്കത്തില്ലായിരുന്നു. പിശാചിനെ നമുക്ക് ജയം കിട്ടത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവിക സമാധാനം, സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. യേശുക്രിസ്തു തുടക്കം മുതൽ അവസാനം വരെയും he was faithful. ആമേൻ. കർത്താവിനെ എല്ലാ തലങ്ങളിലും വിശ്വസ്തനായിരിക്കാൻ, ചെറിയ വിഷയങ്ങൾ പോലും വിശ്വസ്തനായിരിക്കാൻ. ഹല്ലേലൂയ. ആരും കാണാതിരിക്കുമ്പോൾ വിശ്വസ്തന്മാരെ ദൈവത്തിന് ആവശ്യം. സഭയ്ക്കകത്തേരും വിശ്വസ്തനായിട്ട് കാണിക്കുന്നതല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തുന്നവനെ ദൈവം കണ്ടിരിക്കും. ആയിട്ട് യോബ് പറയാ, എന്റെ കണ്ണുകളെ ദൈവവുമായിട്ട് ഞാൻ ഉടമ്പടി ചെയ്യുക. അല്ലയോ, മനസ്സിലാകുന്ന എത്ര ദൈവങ്ങളുണ്ട്. വിശുദ്ധിയുടെ തലങ്ങളിൽ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിനകത്ത് ഹല്ലേലൂയ ഏകാഗ്ര ചിത്തരായിരിക്കാൻ തയ്യാറാണോ? ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ ചില ഉയർത്താൻ പോവുകയാണ്. സ്തോത്രം. ശുശ്രൂഷ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും പോരാ കർത്താവ്, ശുശ്രൂഷ ആയിട്ടില്ല ഞാനിപ്പം വിശ്വസിക്കുന്നത്. ഇതൊന്നും അല്ല ശുശ്രൂഷ. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിന് അപ്പുറത്ത യഥാർത്ഥത്തിലുള്ള ശുശ്രൂഷ, അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം പകരും. സ്തോത്രം. ദൈവത്തിന്റെ പ്രവചന ശബ്ദം ദൈവം ജനത്തിലൂടെ അറിയിക്കും. സ്തോത്രം. ദൈവത്തിന്റെ പ്രവാചകന്മാരായി തീരണമെങ്കിൽ സ്വതം അവിടെ ഇവിടെ നടന്നിട്ട് എന്തെങ്കിലും പ്രവചനം പറയുന്നവരല്ല, ദൈവ ശബ്ദം കേൾക്കുന്ന വിശുദ്ധന്മാർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ദൈവം സംസാരിക്കണമെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, യഥാർത്ഥത്തിൽ ദൈവ ശബ്ദം കേൾപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ കർത്താവിനോട് കൂടെ ഹല്ലേലൂയ വചനം അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവം വ്യക്തവും ശക്തവുമായി ഇടപെടുന്നത്. അല്ലെങ്കിൽ കണിയാന്മാരും ഈ ദിവസങ്ങളിൽ കണിയാന്മാരൊക്കെ പ്രവചിക്കില്ലേ? സ്തോത്രം. അവരൊക്കെ പ്രവചിച്ചാലും കാര്യം നടക്കും. ഞാനതിനെ കുറ്റം പറയുന്നത് സ്വതം. പക്ഷേ അതിനപ്പുറത്ത് ദൈവത്തിന്റെ യഥാർത്ഥ ശബ്ദമായി മാറുവാൻ, ഹല്ലേലൂയ, ദൈവ ശബ്ദം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, ആമേൻ, ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശൗലിനെ മേൽ കരം വെച്ച് അനന്യാസ് കരം വെക്കുമ്പോൾ പരിശുദ്ധാത്മ പൂർണ്ണനായി തീർന്ന ശൗലിനെ ആമേൻ പൗലോസാക്കി ദൈവം മാറ്റുമ്പോൾ 3 വർഷത്തോളം അറേബ്യയിൽ ആരും അറിയാതെ സ്തോത്രം ഒരു പൗലോസ് ആയിരുന്നു എന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. പൗലോസിനെ ആർക്കും അറിയില്ല എന്ന്. അറേബ്യയില്, സൗദി അറേബ്യയിലാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം 3 വർഷത്തോളം അപ്പോസ്തലന്മാരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ബർന്നബാസാണ് ഇദ്ദേഹത്തെ സഭയ്ക്കകത്തേക്ക് അയറ്റുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ദൈവം എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ട് ദൈവം എനിക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം വിശ്വസ്തനെന്ന് ആമേൻ പൗലോസ് വിശ്വസ്തനാണെന്ന് ദൈവം തിരിച്ചറിഞ്ഞപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ യഥാർത്ഥമായ ഒരു ശുശ്രൂഷ പകരപ്പെട്ടത്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ശിംശോന് ഫിലിസ്തീനെ നേരിടുമ്പോൾ ശിംശോന്റെ കയ്യിൽ ഒരു വലിയ വാളില്ല, ശിംശോന്റെ കയ്യിൽ പരിചയമില്ല, ശിംശോന്റെ കയ്യിൽ പച്ച താടിയല്ല, കഴുതയുടെ പച്ച താടിയല്ല കരങ്ങളുള്ളത്, കഴുതയുടെ പച്ച താടിയല്ല. ശിംശോൻ കിട്ടിയ കൃപ ശിംശോൻ ശക്തിയോടെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. ദൈവം തന്ന കൃപ ഈ ദിവസം ശക്തിയോടെ ഉപയോഗിക്കാൻ തയ്യാറാണോ? ദൈവം ചില ശുശ്രൂഷകളെ ദൈവം ഏൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് അല്പം താലന്തേ തന്നിട്ടുള്ളെങ്കിലും ഈ ദിവസങ്ങളിലും അതിനെ വിശ്വസ്തയോടെ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം, അതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവമുണ്ട്. കർത്താവ് പറയുകയാണ്, അല്പത്തിൽ വിശ്വസ്തനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. അപ്പൊ അല്പമേ ഉള്ളെങ്കിലും ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ സ്വതം ഇതിനകത്ത് ശുശ്രൂഷ തുടങ്ങിയെങ്കിൽ അതിനകത്ത് എത്ര പേരുണ്ടെന്നുള്ളതല്ല വിഷയം, നമ്മൾ വിശ്വസ്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. വിശ്വസ്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിൽ സ്വതം ദൈവത്തിന്റെ വചനം ദേശത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവയുടെയാകും. അനേകർക്ക് ഒരു ആശ്വാസമായി, അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവം ഇവിടെ ഇരിക്കുന്നവരെ മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവശബ്ദം ദൈവത്തെ ആരാധിക്കുവാനും ഈ ദിവസങ്ങളിലും കർത്താവിന്റെ വചനം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കർത്താവിന്റെ വചനം ആദ്യം കേൾക്കുവാനുള്ള താല്പര്യമുള്ളവരായിരിക്കണം, അതിനുവേണ്ടി ദാഹമുള്ളവരായിരിക്കണം.
ആ വചനം ധ്യാനിക്കുന്നവരാണെങ്കിൽ ദൈവം അവരെയാണ് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലേ? സ്തോത്രം. അപ്പോൾ വചനം വായിക്കുകയും അതിനുവേണ്ടി ദാഹമുള്ളവരുമാണെങ്കിൽ, കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ദൈവത്തിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എൻ്റെ ഉള്ളിൽ വചനം പറയാൻ അങ്ങനെ ഒരു കൃപ തന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്, ആരും ഒരു വചനം ഒരു അവസരം തരാൻ ആർക്കും ഇല്ലായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ആർക്കും അറിയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും ദൈവം തരുന്ന വചനമൊക്കെ. പിന്നെ എഴുന്നേറ്റ് വന്ന് മുറി അടച്ചിട്ട് ഹല്ലേലൂയ ആരും ഇല്ലെങ്കിലും വചനം പറഞ്ഞോണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തന്ന കൃപ നഷ്ടപ്പെടുത്തിയില്ല. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം സക്രിയാസ് അച്ഛനോട് ദൈവാത്മാവ് ഇടപെട്ടു. ഹല്ലേലൂയ. അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സ്തോത്രം, അല്പസമയം ജോണി ഒരു വചനം പറഞ്ഞു. അന്നാണ് സ്തോത്രം കർത്താവ് എനിക്ക് ആദ്യമായിട്ട് വചനം തരാനുള്ളത്. ഞാൻ ഇന്നുവരെ ആരോടും പോയി ചോദിച്ചിട്ടില്ല, ഇനി ഞാൻ ചോദിക്കത്തുമില്ല. സ്തോത്രം. ദൈവം ഒരു ശുശ്രൂഷ, ദൈവം തരാത്ത ശുശ്രൂഷ നമുക്ക് വേണ്ട. ദൈവം തരുന്ന ശുശ്രൂഷ, ദൈവം ഒരുവനെ ഫലമേൽപ്പിക്കുക, വിശ്വസ്തരായി നിൽക്കാൻ തയ്യാറാകുക. എന്ത് കൃപാവരവും ഹല്ലേലൂയ കൃപാവരമായിരിക്കാം ദൈവം ചെല്ലിലൂടെ ഈ ദിവസങ്ങളിൽ സ്തോത്രം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവിക ഓഫീസിലേക്ക് ദൈവം ചിലരെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുക. ഞാൻ ഗൾഫിൽ ചെല്ലുമ്പം ആർക്കും അവിടെ എവിടെ ചെന്നാലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പണ്ടും ഇന്നുമുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ ചെല്ലുമ്പം അവിടുത്തെ പുതിയ സഭയ്ക്കകത്ത് നമ്മളെ ആർക്കും അറിയത്തില്ല, ഇന്നും മിക്കവാറും ആർക്കും അറിയത്തില്ല, എങ്കിലും ദൈവം അറിയുന്നുണ്ട്. സ്വതം. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് എന്തെങ്കിലും എനിക്ക് ചെയ്യണം. അപ്പോൾ അന്ന് ഈ പെട്ടി പിടിച്ച് പൊക്കുന്ന ഞാനും കൂടെ കൂടി സ്വതം പെട്ടി പൊക്കിയപ്പം വണ്ടിയെ കൊണ്ട് വെച്ചപ്പോൾ അവിടെ നിന്ന് മൈക്കെ ഞാൻ കയറി പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് കർത്താവിനാണ്ടി ഒന്നുമില്ല എനിക്കൊന്ന് പാടണമെന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്ത ദിവസം അടുത്ത ഞായറാഴ്ച അവിടെ സ്തോത്രം പറഞ്ഞു, ഞങ്ങളുടെ ഒരു കൊയർ ടീമുണ്ട്, അതിലേക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ കർത്താവ് ഒരു വഴി തുറക്കുവാനിടയായി. സ്തോത്രം. പിന്നീട് അപ്പോൾ നമുക്ക് കിട്ടിയ ആ ദൈവകൃപ നമ്മൾ നിസ്സാരമെന്നുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത് ചെയ്യുവാനും. പക്ഷേ പാട്ട് പാടുവാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഒരിക്കൽ ഞാൻ ഒന്നൊരു സാക്ഷ്യത പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ ഞാൻ പൊതുവെ എൻ്റെ സാക്ഷ്യം കുറച്ചേ പറയാറുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ജോഷുവ ജനറേഷനിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരിക്കൽ ജോസാനത്താനം നമുക്കറിയാൻ പറ്റാത്ത ആരും തന്നെയില്ല, അദ്ദേഹം നമ്മുടെ അങ്കിളാണല്ലോ. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, നീ എന്തോ ചെയ്യാമെന്ന് ചോദിച്ചു. അതായത് വീട്ടിലൊരു ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പാട്ടൊക്കെ പാടാൻ പോകും. നിന്നോട് ആരും പറഞ്ഞു പാട്ട് പാടാമെന്ന് ചോദിച്ചു. സ്തോത്രം. എന്നോട് നീ പോയി പ്രസംഗിക്കടാന്ന് പറഞ്ഞു. സ്തോത്രം. അത് എൻ്റെ ചെവിക്കത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് കയറി. എനിക്ക് മനസ്സിലായി ഞങ്ങൾ അന്ന് വരെ അങ്ങനെ ഒരു വിളി ഉള്ളതായിട്ട്. ദൈവാത്മാവ് അദ്ദേഹത്തിന് സ്തോത്രം ഒരു ദൂത് കഥാവ് കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് എന്താണെന്ന്. പാട്ട് പാടുവാനല്ല, സംസാരിക്കാൻ വലിയ കഴിവില്ലാത്തവനാണെന്ന് ചിന്തിച്ചാലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ താല്പര്യമുണ്ടോ? ദൈവം നമ്മുടെ നാവുകളെ അഗ്നി നാവുകളാക്കി മാറ്റും. അവിടെ ശമൂവേലിന്റെ ജീവിതത്തിൽ ശമൂവേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ശമൂവേൽ ഒരു വിശ്വസ്ത പുരോഹിതൻ എന്ന് അവൻ ദൈവം പറയുകയാണ്, എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയും. അവിടെ ശമൂവേലിനെ പറ്റി അവിടെ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും ദൈവത്തിൽ നിന്ന് അകന്നു പോന്നപ്പോഴും അവിടെ ശമൂവേൽ ദൈവം ആ കാലഘട്ടങ്ങളിൽ ശമൂവേൽ ഒറ്റയ്ക്കായിരുന്നപ്പോഴും പാപകരമായ ലോകത്തിൽ ജീവിക്കുമ്പോഴും മറ്റുള്ളവരെല്ലാം പാപം ചെയ്യുമ്പോഴും രഹസ്യമായിട്ട് പോലും ആ ജനറേഷനിൽ ആ തലമുറയിൽ ശമൂവേൽ അവരുടെ കൂടെ കൂടാതെ ദൈവത്തിന് വേണ്ടി സ്തോത്രം തീക്ഷ്ണതയോടെ നിൽക്കാൻ തയ്യാറായി. അവിടെ പറയുന്നത് ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങൾ ഒന്നുപോലും അവയെ അന്ന് വരെ യഹോവ അറിഞ്ഞില്ല. എന്നാൽ പിന്നീട് യഹോവയുടെ വചനം അവന് വെളിപ്പെട്ടിരുന്നില്ല. പക്ഷേ സമയമായപ്പോൾ ദൈവത്തിന്റെ കരം ശമൂവേലിൽ ചലിക്കാനിടയായി. ഹല്ലേലൂയ. അവിടെ പറയുന്നു,
ദാൻ മുതൽ ബർശബ വരെ ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി. ആ ദൈവത്തിന്റെ ആലയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി അവസാനത്തോളം ആരും കാണാതിരുന്നപ്പോഴും സ്തോത്രം, കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ, ദൈവിക വചനത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവിക സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഇന്ന് തയ്യാറാകുന്ന ദൈവജനമേ, ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ആലയിൽ ഒരു ദിവസം ദൈവം വിശ്വസ്തനെ എണ്ണുന്ന ഒരു ദിവസം വരാൻ പോവുക. നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ നമ്മൾ വിശ്വസ്തരായി നിൽക്കാൻ തയ്യാറാണോ? നമ്മുടെ വ്യക്തിപരമായ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നമ്മൾ വിശ്വസ്തരായി നിൽക്കുവാൻ തയ്യാറാണോ? ഒരുപക്ഷെ ശുശ്രൂഷകളിലോ ചർച്ചിലോ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ കൂട്ടുബന്ധങ്ങളിൽ, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആകുവാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം, ദൈവം നമ്മളോട് ഈ ദിവസങ്ങളിലും ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. കർത്താവ് കഴിഞ്ഞ നാളുകൾ ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തിനൊന്ന് നന്ദി പറയാൻ തയ്യാറായാൽ മതി. ചിലർ പറയുന്ന ഒരു ജേർണൽ ലിസ്റ്റ് എഴുതി വെക്കുന്ന, എനിക്കൊരു അങ്ങനെ ആഗ്രഹമുണ്ട്, പുസ്തകത്തിനകത്തൊന്ന് എഴുതി വെക്കാൻ. ദൈവം ചെയ്ത ഓരോ നന്മകൾ ഇങ്ങനെ കുറിച്ച് കുറിച്ച് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ഈ നിരാശയും നമുക്ക് വിഷമവും, എൻ്റെ കഷ്ടതയാണല്ലോ, ദുഃഖമാണല്ലോ, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം അതെടുത്തൊന്ന് വായിച്ചാൽ സ്വന്തം ദൈവത്തിന് നന്ദി പറയാനാകും. അപ്പോൾ മനസ്സിലാകും കഴിഞ്ഞ നാളുകൾ ദൈവം എന്നോട് വിശ്വസന. കഴിഞ്ഞ ആൾ ജോലി തന്നില്ലേ, അല്ല സോര, അതോ ദൈവത്തെ സ്തോത്രം ചെയ്യാം. അങ്ങനെയാണ് ഈ ദിവസം കർത്താവ് വഴി തുറക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ സാമ്പത്തിക വിഷയങ്ങളിൽ ഞാൻ ഞെരുങ്ങിയപ്പോൾ, ഞാൻ തകരുമെന്ന് ചിന്തിച്ചപ്പോൾ അത്ഭുതകരമായി ദൈവം വഴി തുറന്ന് എന്നെ വിശ്വസ്തയോടെ ദൈവം വഴി നടത്തിയെങ്കിൽ ഈ വരുന്ന വിഷയത്തിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വിശ്വസ്തയോടെ വ്യവഹരിക്കുമെന്ന് ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. കേട്ട ദൈവ ശബ്ദമാണെങ്കിൽ തിരിച്ചറിഞ്ഞു ദൈവം വിശ്വസ്തനാ. ദൈവം സംസാരിച്ചെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ദൈവം വിശ്വസ്തനാ. പങ്ക് അഭിഷേകമുണ്ടെന്ന് പറയപ്പെട്ടു. അതിനുശേഷം ഏലിയാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതങ്ങൾ ശേഷിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏലിയാവ് ചെയ്തതിന് ഇരട്ടി അത്ഭുതങ്ങൾ ഏലീശ ചെയ്ത്. അത്ഭുതം ചെയ്തതിനകത്തല്ല കാര്യം, എങ്കിലും ദൈവം വിശ്വസ്തനാണെന്ന് പറയാനാണ്. പക്ഷേ ഏലിയാവ് മരിച്ചതിന് ശേഷം ഏലീശായുടെ ശവക്കല്ലറ കിടക്കുന്നിടത്ത് മരിച്ച ഒരു മനുഷ്യനെ കൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ ഇട്ടപ്പോൾ ദൈവത്തിന് വചനം പറയുന്നു അദ്ദേഹം എഴുന്നേറ്റ് വന്നു. അത് അവസാനത്തെ അത്ഭുതമായിരുന്നു. സ്തോത്രം. ദൈവം ആ വാഗ്ദത്തം പറഞ്ഞെങ്കിൽ മരിച്ചാലും ദൈവം വാഗ്ദത്തത്തെ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കർത്താവിന് നന്ദി പറയാം. സ്തോത്രം. ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കേൾപ്പിച്ചു കൊടുക്കുക. ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, പ്രതീക്ഷിക്കുന്നവരുടെ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ദൈവം വിശ്വസന. ഹല്ലേലൂയ. എൻ്റെ കണ്ടുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ, എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുമ്പോൾ പലതും അസംഭ്യമാണ്, പലതും നടക്കത്തില്ല എന്ന് ശത്രു ചെവിയിൽ മന്ത്രിക്കുമ്പോഴോ ഇന്ന് വിശ്വാസപൂർവ്വം ദൈവം എങ്ങനെ ചെയ്യുമെന്നല്ല എൻ്റെ വിഷയം. ദൈവം പറഞ്ഞത്, ദൈവം വിശ്വസന, ദൈവം ചെയ്യേണ്ടത് ചെയ്യും. അതെങ്ങനെ ചെയ്യുമെന്ന് ആമേൻ സയന്റിഫിക്കായിട്ട് ഞാൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവത്തിന് വളരെ വ്യക്തമായി എങ്ങനെ ചെയ്യാൻ, ചിലതിനെ പുതിയതിനെ കഥ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ കൂട്ടുബന്ധത്തിലും നമ്മുടെ വിശ്വസ്തത നമ്മൾ പാലിക്കാൻ തയ്യാറാണ്. ഒരാൾക്ക് കഷ്ടത വരുമ്പം അവനെ ഇട്ടിട്ട് പോകാനല്ല നമ്മൾ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ളവരെ ആണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടുബന്ധങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ? ഹല്ലേലൂയ. നമ്മൾ മുഖസ്തുതി പറയുന്നത് ഇങ്ങനെ, ഞാനെന്നെ മുഖം നോക്കി പറയുന്നത് സ്വന്തം ഞാനങ്ങ് പറയാം. ഇങ്ങനെയുള്ളവരുണ്ട്. ഞാൻ ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. മുഖസ്തുതി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പാസ്റ്ററെ, ബ്രദറെ, അങ്ങനെയാണ്, ആവേശം ഇതിങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ഈ പറയുന്ന മിക്കവാറും ഇങ്ങനെ പറയുന്നവരെ പിന്നെ കാണത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നുവരെ കണ്ടിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ മുഖസ്തുതി പറയുന്ന അല്ല വിഷയം. നമ്മുടെ ഓരോ വാക്കുകൾക്കും ഹല്ലേലൂയ അതിലൊരു വിശ്വസ്തത അവൻ കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ശ്രദ്ധയുണ്ട്, ശ്രദ്ധ.
നമുക്ക് പലർക്കും ശ്രദ്ധയില്ല, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക്. പക്ഷെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. എവറി വേർഡ് ഹി വിൽ റൈറ്റ് ഇറ്റ് വെൽ. അങ്ങനെയാണ് ഈ കഴിഞ്ഞ നാൾ ഞാൻ പറഞ്ഞ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് ക്ഷമ ചോദിക്കുക. കർത്താവേ, ഞാൻ നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്നെ ക്യാൻസൽ ചെയ്യുന്നു. ഇന്നെയും ശത്രു പിടിച്ചോണ്ട് പോകും. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയട്ടെ, നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസികള് നെഗറ്റീവ് പറഞ്ഞാൽ ശത്രു അതിന്റെ മേൽ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം പറ, എൻ്റെ ദൈവം വിശ്വസന. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ള ഒരു സമയമാ. അഹങ്കാരികളൊക്കെ വല്ലാതെ കയറി അങ്ങ് ദൈവത്തെ അനുസരിക്കാത്തവരെയൊക്കെ ഉന്തിയ കണ്ണും ശരീരമൊക്കെ പുഷ്ടിപ്പെടുകയും ചെയ്യുന്നു. ഞാനാണെങ്കിൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ എൻ്റെ കൈയൊക്കെ കഥാവ് വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയമായിട്ട് ജീവിച്ചു. പക്ഷെ എനിക്ക് കിട്ടേണ്ടതെന്ന് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം, എൻ്റെ ദൈവം വിശ്വാസനാണ്. എൻ്റെ ദൈവം നീതിയോടെ വ്യവഹരിക്കുന്ന 75-ാം സങ്കീർത്തനത്തിൽ അവിടെ കംപ്ലൈന്റ് പറയുമ്പം അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ കംപ്ലൈന്റ് മുഴുവൻ കേട്ടതിന് ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ ദൈവസന്നിധി പോയി ഇരിക്കാൻ പോവുക. ദൈവസന്നിധി ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പം ഏറ്റവും നല്ലത് എൻ്റെ അനുഭവത്തിൽ പറയട്ടെ, കർത്താവിൻ്റെ പാദപീഠത്തേക്ക് പോയിട്ട് അങ്ങ് ഇരുന്ന് അല്പനം കരയാൻ പറ്റുമെങ്കിൽ ഒന്ന് കരഞ്ഞോ. അല്ലെങ്കിൽ ദൈവം അതിൻ്റെ പേര് സമാധാനം തരും. ഇതൊരു ദൈവ ശബ്ദം നിങ്ങളെ തേടിയെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ഹൃദയം മുറുങ്ങുന്ന, ഹൃദയം തകരുന്ന നിരാശയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ എങ്ങോട്ടും പോകരുത്. ഗോ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഒറ്റയ്ക്ക് പോയി ദൈവസന്നിധിയിൽ നിന്ന് കരയണമെങ്കിൽ കരഞ്ഞു, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കുക, ദൈവത്തോട് കാര്യം പറ. ഞാൻ വിശ്വസിക്കുന്നു ദൈവഭക്തന്മാർ, ദൈവത്തിന്റെ വിശ്വസ്തന്മാർ മുഴങ്കാലും അടക്കി കരയുന്നത് എന്റെ ദൈവം കേൾക്കും. ഹല്ലേലൂയ. അല്ല, അങ്ങനെയുള്ളവരെ കഴിവതും നിങ്ങൾ വേദനിപ്പിക്കരുത്. സ്തോത്രം. കാരണം അവരുടെ പ്രാർത്ഥന ദൈവസന്നിധി ചെല്ലുന്ന പ്രാർത്ഥനയാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മലാക്കി പ്രവാചന പുസ്തകത്തിൽ പറഞ്ഞ യഹോവ അവരെ പറഞ്ഞത്, ആമേൻ, അത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അവിടെ പറയുന്നു, കാരണം അവർ വല്ലാത്ത കഷ്ടത്തിന്റെ അനുഭവത്തിനകത്ത് ഒരു കൂട്ടം ജനം ദൈവത്തെ കുറ്റം പറയുമ്പോൾ മറ്റൊരു കൂട്ടം അവരെന്ത് പറഞ്ഞെന്ന് എഴുതി വെച്ചിട്ടില്ല, പക്ഷെ ദൈവം എഴുതി വെച്ചു. അതെന്താ പറഞ്ഞെന്നുള്ള ദൈവത്തിനെ അറിയത്തുള്ളൂ. നല്ലതാ പറഞ്ഞത് ദൈവത്തെ പറ്റി സ്വതന്ത്രം. ദൈവം നീതിമാൻ അല്ലെന്ന് പറഞ്ഞവര് ദൈവം പറഞ്ഞു, ചൂള കത്തുന്ന ഒരു ദിവസം വരും, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവനും വിശ്വസ്തയോടെ നിൽക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസം, ദൈവത്തെ സേവിക്കുന്നതും ദൈവത്തെ സേവിക്കാത്തതും തമ്മിലുള്ള ഒരു വ്യത്യാസം വരാൻ പോകുന്ന ഒരു ദിവസം എന്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് കരമടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ കൂട്ടുബന്ധങ്ങൾക്കുള്ളിൽ നമ്മുടെ വിശ്വസ്തത നമ്മൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ, വിവാഹ ജീവിതത്തിനകത്ത് നമ്മൾ വിശ്വസ്തത പാലിക്കാൻ തയ്യാറാണെങ്കിൽ, ആമേൻ, സ്തോത്രം, നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ മറ്റാരെങ്കിലും ആമേൻ നമ്മുടെ യൂസ് ചെയ്യുന്നവര് ആമേൻ അനുഭവങ്ങളുണ്ടെങ്കിൽ, അതല്ല നമ്മൾ മറ്റുള്ളവരെ കരം താങ്ങുന്നവരായി, അവരെ ചേർത്ത് പിടിക്കുന്നവരായി, അവരോട് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് സ്നേഹമുള്ളവരായി, സ്തോത്രം, മറ്റുള്ളവരെ താഴ്ത്തുന്നവരല്ല, മറ്റുള്ളവരെ ഈ ദിവസങ്ങളിൽ അവരെ മുറിവുകളെ കെട്ടുന്നവരായി ഈ ദിവസങ്ങളിൽ നല്ല സമരിയാക്കാരായി നിൽക്കുവാൻ തയ്യാറാണോ? ദൈവം അത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കാൻ തയ്യാറാകോ? ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള, എൻ്റെ കൂടെയുള്ള വിശ്വാസികളോ അവിശ്വാസികളോ, എൻ്റെ സഹോദരന്മാരോ എൻ്റെ സഹോദരിമാരോ, എൻ്റെ ഏറ്റവും അടുത്ത് ആരൊക്കെ എന്നോട് അവിശ്വസ്തനായി തീർന്നാലും ഞാൻ എൻ്റെ ദൈവത്തോട് വിശ്വസ്തനായി നിൽക്കും. ഹല്ലേലൂയ. സ്തോത്രം. വിവാഹ ജീവിതത്തിലും നമുക്ക് വിശ്വസ്തത പാലിക്കാൻ തയ്യാറാകാം. ഹൃദയത്തിനകത്ത് പോലും ഒരു ദൈവഹിതമല്ലാത്ത കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാണോ? ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ കാരണം പുറമേ ഒന്നും കാണിക്കുന്നതല്ല ദൈവത്തിനാണ്, ദൈവം അകമേ കാണുന്നവനാണ്. അതിനെക്കാണ്ട് ദൈവം മാനിച്ചിരിക്കും. സമയം അല്പം വൈകുന്ന ചിന്തിച്ചേക്കാം, പക്ഷേ ദൈവം മാനിക്കും. സ്തോത്രം, മാനിക്കും. ദൈവം അതിന് കണക്കിടും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയ കാര്യങ്ങളുള്ള വിശ്വസ്തതയല്ല, ഈവൻ മൈന്യൂട്ട് തിങ്സ്. ഹല്ലേലൂയ. സ്തോത്രം. ഹൃദയത്തിൽ പോലും കർത്താവിനോട് വിശ്വസ്തത പാലിക്കുവാൻ, എൻ്റെ ചിന്തകളിൽ പോലും എനിക്ക് വിശ്വസ്തത പാലിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും ദൈവമേ നിനക്ക് പ്രസാദകരമായി തീരട്ടെ എന്ന് ദാവീദ് പറയുമ്പോൾ, ദാവീദിനെ പുതിയ നിയമ വിശ്വാസിയായിട്ടാണ് ചിലർ കാണുന്നത്. അത്രയധികം ദൈവത്തോട് അടുത്ത് നിൽക്കുകയും ദൈവത്തിന്റെ ഹൃദയത്തെ തേടുകയും ചെയ്ത ഒരു വ്യക്തിയും പോയി പഴയ നിയമത്തിനകത്തില്ല. മോശയ്ക്ക് പോലും ഇല്ലെന്ന്. മോശ അത്ഭുതം ചെയ്തു, പക്ഷേ ദൈവത്തോട് അത്രയധികം തീക്ഷ്ണതയുള്ള ഒരു വ്യക്തി, ആമേൻ, സ്വന്തം പഴയ നിയമ പുസ്തകത്തിനകത്ത് ദാവീദ് മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്, എന്താ ദാവീദിനെ ദൈവം അനുഗ്രഹിച്ച്? ബിക്കോസ് ഹി ഹാഡ് എ ഗ്രേറ്റ് സീൽ ഫോർ ഗോഡ്. ദൈവത്തിന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ഞാൻ മിടുക്കനായതോ എൻ്റെ വിശുദ്ധിയല്ല, അതിനപ്പുറത്ത് ദൈവത്തോടുള്ള തീക്ഷ്ണതയും ദൈവത്തോടുള്ള വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തന്മാരെ കർത്താവ് ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ കർത്താവ് ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി ആമേൻ തന്റെ കരം ചലിപ്പിക്കുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സമയത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ അബ്രഹാമിനെ പറ്റി ദൈവം പറയുന്നത്, അവൻ എൻ്റെ സ്നേഹിതനാണ്. വർഷങ്ങളോളം നടപ്പുറം, 25 വർഷത്തോളം അതിനപ്പുറവും ദൈവത്തോട് കൂടെ നടക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം പറയുന്നൊരു സാക്ഷ്യമാ. ദൈവം പറയാം വിശ്വസ്തനാ. യേശുവിനെ പറ്റി ഒരു സാക്ഷ്യമുണ്ട്, ആമേൻ, എൻ്റെ പുത്രൻ വിശ്വസ്തനാണ്. മോശയെ പറ്റി ഒരു സാക്ഷ്യമുണ്ട്, മോശ വിശ്വസ്തനായിരുന്നു. സകലത്തിലും മോശ വിശ്വസ്തനായിരുന്നു. ദൈവം പറഞ്ഞു കൊടുത്തത് സ്പോട്ടോ കോമായോ മാറാതെ ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്ത ഒരു മോശയ്ക്ക് മുമ്പിലാണ് ദൈവത്തിന്റെ കരം ചലിച്ചത്. മോശയുടെ കരത്തെ ദൈവത്തിന്റെ കരമാക്കി മാറ്റിയത് അവന്റെ മോശയുടെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ തീരുമാനം കഥാവെ വിശ്വസ്തതയായി ഞാൻ മുന്നോട്ട് പോകാം. ഈ ദിവസങ്ങൾ ഞാൻ എന്ത് അനുഭവമാണെങ്കിലും, കാത്തിരിപ്പിന്റെ അനുഭവമാണെങ്കിലും, എല്ലാം നെഗറ്റീവ് ആണെങ്കിലും, ദൈവമേ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. അല്ലെ, ഇത് എന്നോട് സംസാരിക്കുന്ന ഒരു കർത്താവുണ്ട്. അവിടെ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം വിശ്വസ്തൻ. എത്ര കൊടിയ പാപം ചെയ്താലും ഏറ്റുപറയുന്നതിന്റെ പാപം സ്വന്തം രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്ന ഒരു വിശ്വസ്തനായ യേശു. അവൻ വിശ്വസ്തനാ, അവൻ നീതിമാനാണ്. അവൻ അറിയാം ഞാൻ ബലഹീനനാണെന്ന് തിരിച്ചറിയുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. വായിലൂടെയോ ചിന്തയിലൂടെ പ്രവൃത്തിയിലൂടെ ബന്ധുപോയ ഏതുമാണെങ്കിലും ദൈവം ഏറ്റു പറഞ്ഞാൽ അതിനു മുമ്പിൽ ഹല്ലേലൂയ ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് പത്രോസിന്റെ യൂദാസിന്റെ വ്യത്യാസം. യൂദാസ് വിശ്വസിച്ചില്ല, യേശുവിനെ ക്ഷമിക്കാൻ കഴിയുന്ന യൂദാസ് വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് വിശ്വസിച്ചു. യേശുവിന്റെ സ്നേഹം അറിയാമായിരുന്നു പത്രോസിന്. അതുകൊണ്ട് പത്രോസ് തിരിച്ചു വന്നു. യൂദാസ് യേശുവിന്റെ മുമ്പിൽ വന്നില്ല. ആമേൻ. അത് താഴ്ന്നു കൊടുക്കുവാൻ യേശുവിന് മുമ്പിൽ ഏറ്റുപറയാൻ തയ്യാറായ പത്രോസിനെ ചേർത്ത് പിടിച്ച് യേശുണ്ട്. പത്രോസിന്റെ ബലഹീനതയെ തിരിച്ചറിയുമ്പോഴും പത്രോസിനോട് പറഞ്ഞു, പത്താവേ സ്വതം നീ എന്നെ സ്നേഹിക്കുന്നു 3 പ്രാവശ്യം ചോദിച്ച് വീണ്ടും പത്രോസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് അവന്റെ മേലേക്ക് ഒരു ശുശ്രൂഷയെ പകർന്ന് അവൻ പെന്തക്കോസ്ത് ദിനത്തിൽ ആദ്യ ദിനത്തിൽ അവൻ സഭയുടെ ഉദ്ഘാടന പ്രസംഗം ചെയ്യുവാൻ പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എത്ര വലിയ അവൻ ബലഹീനതയാണെങ്കിലും എത്ര വലിയ പാപമാണെങ്കിലും യേശു ക്രിസ്തുവിന് മുമ്പിൽ പോയി പറഞ്ഞാൽ അവന് ക്ഷമിക്കാൻ കഴിയാത്ത, അവന് പൊറുക്കാൻ കഴിയാത്ത, അവന് കഴുകാൻ കഴിയാത്ത, അവന് വിശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു ഫലവുമില്ല. കുറ്റബോധം എന്നുണ്ടെങ്കിൽ യേശുവിന്റെ കരങ്ങളിലേക്ക് ആ കുറ്റബോധം ശത്രു കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആ കുറ്റബോധം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ. തിബരിയോസിൽ യേശു ചോദിക്കണം, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വീണ്ടും പത്രോസ് ഗലാത്യരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പത്രോസിന് സെയിം സ്വഭാവം പത്രോസ് വീണ്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു പത്രോസ് വീണ്ടും ദൈവത്തോട് ക്ഷമാപണം ചെയ്തതാണ്. കാരണം പത്രോസിന്റെ അന്ത്യം നമുക്കറിയാം. തലകീഴായി ക്രൂശിൽ
അരിമനാഥന്റെ പാദം ചുംബിച്ച് അതുപോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ആമേൻ തല താഴെയും കാല് മുകളിലുമാക്കി ആമേൻ ക്രൂശിൽ തൂക്കപ്പെടുന്ന പത്രോസ് അരിമനാഥന്റെ ആമേൻ തന്റെ പാദപീഠം ചുംബിക്കുന്നുവെങ്കിൽ അവന്റെ പത്രോസിന്റെ അകത്തിളങ്ങി വ്യാപരിച്ച ആമേൻ ഭയവും അവിശ്വാസവും ദൈവം എടുത്തു മാറ്റിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്കായിരിക്കുന്ന സാധനങ്ങൾ നേരിട്ടേൽക്കാം. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ വിശ്വസ്തമായി വ്യവഹരിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന കർത്താവ് വിശ്വസ്തന്മാരോടാണ് ദൈവം ഇടപെടുന്നത്. എത്ര പേർ തീരുമാനമെടുക്കും, കർത്താവേ ഈ ദിവസങ്ങളിലും ദൈവഹിതത്തിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ കർത്താവിന്റെ മുമ്പിൽ ആമേൻ മനുഷ്യന്റെ മുമ്പിലല്ല ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുക. ആമേൻ ഒരു വിധവയെ നോക്കി യേശു പറയുന്നുണ്ട്, അവൾക്ക് അവളുടെ വിശ്വസ്തത കണ്ട് അതിനെ മാനിക്കുന്നതിന് കർത്താവുണ്ട്. ഈ ദിവസങ്ങളിലും ദൈവത്തിന്റെ വചനം പൂർണ്ണമായും അനുസരിക്കുന്നവരുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിക്കുന്ന താലന്തുകൾ ഈ ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് തയ്യാറാകാം. കർത്താവ് നമ്മളെ വിശ്വസ്തരായി എണ്ണുവാൻ തക്കവണ്ണം ഈ ദിവസം ദൈവടയാകട്ടെ. ഈ പാട്ട് പാടുമ്പോൾ ദൈവകരങ്ങളിൽ There's a race
won. There are victories to be won. Give me power every hour to be true. ഒത്തമോനിന്നതുണ്ട്, ജയം നേടുന്നതുണ്ട്. ഓരോ നിമിഷവും കൃപയാൽ. ഒത്തമോനിന്നതുണ്ട്, ജയം നേടുന്നതുണ്ട്. ഓരോ നിമിഷവും കൃപയാൽ. ഓരോ നിമിഷവും കൃപയാൽ. ഓരോ നിമിഷവും കൃപയാൽ. ഓരോ നിമിഷവും കൃപയാൽ. ഓരോ നിമിഷവും ഞാൻ എന്നോട് തന്നെയുള്ളൊരു വചനമായിട്ടാണ് ഞാനിത് സ്തോത്രം എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ടത്. സ്തോത്രം. ആ ദൈവത്തോട് ഈ ദിവസങ്ങളിൽ നമുക്ക് അടുത്ത് വരാം. ആ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു തലവുമില്ല. ആ ദൈവത്തിന് വേണ്ടി നമുക്ക് അവസാനത്തോളം വിശ്വസ്തരാകുവാൻ, വിശ്വസ്ത ദാസി എന്ന് കേൾക്കുവാൻ, ആ വിശ്വസ്തന്മാരെ കർത്താവ് അരമുറുക്കി പരിചരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആ വിളി കേൾക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. എന്തെല്ലാം നമ്മൾ ജീവിതത്തിൽ ചെയ്താലും കർത്താവിന് മുമ്പിൽ വരുമ്പോൾ ആ വിളി മാത്രം എനിക്ക് കേട്ടാൽ മതി. കർത്താവ് ജീവിതത്തിൽ പലതും നേടിയെന്ന് അല്ല കർത്താവ് ചോദിക്കുന്നത്, നീ എനിക്ക് വേണ്ടി വിശ്വസ്തനായി നിന്നോ. അവരെ മാനിക്കുന്ന ഒരു നല്ല കർത്താവ് ഈ ഭൂമിയിലും സ്വർഗത്തിനുമുള്ളവനായി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസനമായില്ലല്ലോ. അങ്ങ് സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ലയാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ലാർക്കും സാധ്യമല്ല. കൃപമായി ധരയിൽ നിലനിന്നിടാൻ അത് ബലഹീന വീണ പോലും തികഞ്ഞു വരും. എന്നെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലൊന്നും നിലനിർത്തണേ. അങ്ങ് കൃപമായി ധരയിൽ നിലനിന്നിടാൻ അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലൊന്നും നിലനിർത്തണേ. എനിക്കായി മാറ്റിത്തന്നിട്ടും ഞാൻ നിന്നോടകം നിന്നപ്പോൾ എന്റെ അതിർത്തിയും പൂർവ്വത്തും ഓർക്കാതെ അങ്ങേ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ. അങ്ങ് സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ലയാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ലയാർക്കും സാധ്യമല്ല. നിന്റെ കൃപമതി ഇത്രയും നിലനിന്നിടാൻ അത് ബലഹീന വീണകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലൊന്നും നിലനിർത്തണേ. അങ്ങ് കൃപമതി ഇത്രയും നിലനിന്നിടാൻ അത് ബലഹീന വീണകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലൊന്നും നിലനിർത്തണേ. ഞാൻ കാക്ഷിക്കുമ്പോൾ എൻ ഹൃദയമങ്ങെ വാങ്ങിച്ചിടുന്നേ. എന്റെ കാൽകളിൽ ബലം വന്നു പകരുന്നത ഉന്നതീടാൻ തോടുകളെ കാക്ഷിക്കും പോലെ എൻ ഹൃദയമങ്ങെ വാങ്ങിച്ചിടുന്നേ. എന്റെ കാൽകളിൽ ബലം വന്നു പകരുന്നത ഉന്നതീകളിൽ നടത്തിടാൻ അങ്ങ് സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ലയാതൊന്നും
ദൈവത്തെ അകറ്റാൻ ഇല്ല ആർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി ഇത്തരയിൽ നിലനിന്നിടാൻ. അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിൽക്കണേ. അങ്ങേ കൃപ മതി ഇത്തരയിൽ നിലനിന്നിടാൻ. ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിൽക്കണേ. ഇത്തരയിൽ നിലനിന്നിടാൻ. ബലഹീന വേളകളിൽ തികഞ്ഞു വരും. ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിൽക്കണേ. കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും എന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും എന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. ആ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. കർത്താവ് യേശുക്രിസ്തുവിന് മറ്റൊരു പേരുണ്ട്, അത് വിശ്വസ്തനെന്നും സത്യവാനുമെന്ന്. നമുക്ക് വേണ്ടി കർത്താവ് വിശ്വസ്തയോടെ വ്യവഹരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവത്തോട് നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം നമ്മളോട് വിശ്വസ്തരായിരിക്കും. അത് തീർച്ചയായിട്ടും സംഭവിക്കും. അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് മേൽ കർത്താവ് ഈ ദിവസങ്ങൾ ചെയ്യാൻ പോകുന്നതായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. എബ്രായക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, പ്രത്യാശയുടെ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. മുറുകെ പിടിക്കാൻ തയ്യാറാകുക, മുന്നോട്ട് പോകാൻ തയ്യാറാകുക, അവസാനം വരെ ഓടുവാൻ തയ്യാറാകുക. ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്ക് മാറ്റുന്നില്ല. ദൈവം തന്റെ പ്രവൃത്തി ചെയ്തിരിക്കും. അത് ദൈവം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ദൈവം അത് ചെയ്തിരിക്കും. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തയ്യാറാകുക. വാഗ്ദത്തങ്ങൾ യേശു ക്രിസ്തുവിൽ സകലതും അത് ആമേൻ ആമേൻ യെസ് യെസ് എന്നായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചകൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വീഴാതെ നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവ് ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാട്ടെ. ക്രിസ്തു മുഖാന്തരം ജയത്രം നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇവിടെ എല്ലാവരും കൂടെ കർത്താവിന്റെ വരവിലേക്ക് ഇരിക്കുമാറട്ടെ. കർത്താവ് നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ചെറുകളിക്കുള്ളിൽ നമ്മളെ സൂക്ഷിക്കും. അവസാനം വരെയും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ദൈവം നമുക്ക് വീണ്ടും നൽകുമാറാകട്ടെ. കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച വട്ടം കർത്താവ് ഒരുമിച്ച് കർത്താവ് ആരാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കാൻ കർത്താവ് ഇടയാക്കുമെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ ശാലോം. കർത്താവിന്റെ സമാധാനം എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.